പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തി സപാതു നഃ. ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായം ജ്ഞാനവിജ്ഞാനയോഗം ആണ് കഴിഞ്ഞ വർഷം നമ്മൾ കേട്ടത്. അതിൽ ഭഗവാൻ സമഗ്രമായ തന്റെ സ്വരൂപത്തിനെ പറഞ്ഞു. എന്നുവെച്ചാൽ പ്രകൃതിയായിട്ട് ശബ്ദ സ്പർശ രൂപ രസഗന്ധ രൂപത്തിലും മനസ്സിന്റെ രൂപത്തിലും ബുദ്ധിയുടെ രൂപത്തിലും അഹങ്കാരത്തിന്റെ രൂപത്തിലും ഒക്കെ ഉള്ള പ്രകൃതിയായിട്ടും അതിനെയൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ജീവരൂപേണ പ്രകാശിക്കുന്ന ചൈതന്യമായിട്ടും തന്നെ പറഞ്ഞു. ഇതൊക്കെ കുറച്ച് പഴയത് ഓർമ്മിക്കുകയാണ്. ഭൂമിരാപോ അനലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയമ്മേ ഭിന്നാ പ്രകൃതി അഷ്ടധ. അഷ്ടധാ പ്രകൃതിയെ പറഞ്ഞു. അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധിമേ പരാം ജീവഭൂതാം മഹാബാഹോ യയേദം ധാര്യതേ ജഗത്. അപരാപ്രകൃതി പരാപ്രകൃതി. നമുക്ക് ഈ രണ്ട് പ്രകൃതി ഉണ്ട് എന്നാണ്. ഇത് രണ്ടും ഭഗവാന്റെയാണ്, നമ്മളുടെ അല്ല. ഭഗവാൻ പറഞ്ഞു എന്റെ രണ്ട് പ്രകൃതി. ഒന്ന് എട്ടാണ് ശബ്ദസ്പർശ രൂപരസഗന്ധം. അതായത് പൃഥ്വി എന്ന് വെച്ചാൽ ഗന്ധം, ജലം എന്ന് വെച്ചാൽ രസം, അഗ്നി എന്ന് വെച്ചാൽ ദർശനം, വായു എന്ന് വെച്ചാൽ സ്പർശം, ആകാശം എന്ന് വെച്ചാൽ ശബ്ദം. ഇങ്ങനെ 5 ശബ്ദ സ്പർശ രൂപ രസഗന്ധ പഞ്ചഭൂതങ്ങൾ. പിന്നെ സങ്കല്പ വികല്പാത്മകമായ മനസ്സ്, പിന്നെ വിവേചനം ചെയ്യുന്ന ബുദ്ധി, ഞാനെന്ന് അഭിമാനിക്കുന്ന അഹങ്കാരം. ഇതെല്ലാം കൂടി ചേർന്ന് 8 അഷ്ടധാപ്രകൃതി എന്ന് പറഞ്ഞു. ഈ അഷ്ടധാപ്രകൃതിക്ക് നടുവിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചിത്ത്, ഈ 8നെയും പ്രകാശിപ്പിക്കുന്ന ഏതം ധാര്യതേ ജഗത്ത്. ഈ 8 പ്രകൃതി കൊണ്ടാണ് നമ്മൾ ബാഹ്യപ്രപഞ്ചത്തിനെയും കാണുന്നത്. ബാഹ്യപ്രപഞ്ചം ഇന്ദ്രിയങ്ങളിൽ നിന്ന് വേറെയല്ലല്ലോ. കണ്ണ് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ദൃശ്യം, ചെവി തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ശബ്ദം, മൂക്ക് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ മണം, നാവ് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ രുചി, ത്വക്ക് തന്നെയാണ് പ്രപഞ്ചത്തിന്റെ സ്പർശം. ഈ 5 നീക്കിയ ലോകം എവിടെ? പിന്നെ നമ്മളുടെ ആന്തരികമായ സങ്കല്പ വികല്പമായ മനസ്സ്, അഭിമാനം, ഇതൊക്കെ നീക്കിക്കഴിഞ്ഞാൽ പ്രപഞ്ചം എന്ന് പറഞ്ഞ് പുറത്ത് എവിടെ ഒരു കാണും? ഇതുകൊണ്ട് ഉപനിഷത്ത് പറയും, ഒന്ന് ഗ്രഹമാണ്, മറ്റൊന്ന് അതിഗ്രഹമാണെന്ന് പറയും. കണ്ണ് ഗ്രഹമാണ്, രൂപം അതിഗ്രഹമാണ്. അങ്ങനെ അല്ലെങ്കിൽ തിരിച്ച് എന്തോ രണ്ടും അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കണ്ണില്ലാതെ രൂപമില്ല, ചെവിയില്ലാതെ ശബ്ദമില്ല. അപ്പൊ എല്ലാവർക്കും ഉണ്ടത്. ചെവി പൊട്ടനും ഉണ്ടത്, കണ്ണ് കാണാത്തവനും കണ്ണുണ്ട്, ചെവി പൊട്ടനും ചെവിയുണ്ട്, മണക്കാൻ കഴിയാത്തവനും മണമുണ്ട്, എല്ലാം ഉണ്ട് അവർക്ക്. അതിന്റെ ബാഹ്യ കരണം മാത്രമേ ഇല്ലാതുള്ളൂ, ഉള്ളിലുള്ളതൊക്കെ ഉണ്ട്, അവർക്കുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ കണ്ണ് കാണാത്ത ഒരാളെ ബാക്ക് എന്നൊന്ന് വിളിക്കൂ, അയാൾ തിരിഞ്ഞു നോക്കും. അയാൾ കാണില്ലല്ലോ, പിന്നെ എന്തിനാ തിരിഞ്ഞു നോക്കണത്? കണ്ണ് ഇരിക്കണതിന്റെ വാസന അയാളുടെ ഉള്ളിലുണ്ട്. കണ്ണിന്റെ ബാഹ്യകരണം പോയി എന്നല്ലാതെ ഉള്ളിലുള്ള കണ്ണിനെ പ്രവർത്തിപ്പിക്കാനുള്ള ആ ഒരു ഐഡന്റിഫിക്കേഷൻ. ഇപ്പൊ കാല് മുറിച്ചു കളഞ്ഞാൽ ആ സ്ഥാനം ഉപയോഗിക്കാൻ നോക്കില്ലേ? കൈയില്ലാത്ത ആളാണെങ്കിലും ഒന്ന് നീട്ടാൻ നോക്കില്ലേ? അതേപോലെ നമ്മളുടെ ഇന്ദ്രിയ പ്രവൃത്തികളിലെ സൂക്ഷ്മഭാവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് മരിച്ചു കഴിഞ്ഞാലും പോവില്ല. അതുകൊണ്ടാണ് അതിനെ ചേർത്തി പിടിച്ചുകൊണ്ടാണ് ഈ ജീവൻ ഇവിടുന്ന് പോണത് എന്നാണ്. മരിച്ചു കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോഴും കണ്ണിന്റെ സൂക്ഷ്മം, ചെവിയുടെ സൂക്ഷ്മം, മൂക്കിന്റെ സൂക്ഷ്മം, നാവിന്റെ സൂക്ഷ്മം, ത്വക്കിന്റെ സൂക്ഷ്മം ഒക്കെ എടുത്തുകൊണ്ട് സംവേഷ്ടനം ചെയ്തുകൊണ്ടെന്നാണ്. അതായത് ഒരു നാട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ ഒക്കെ കൂടെ പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് പോവില്ലേ, അതുപോലെ ഒക്കെ കൂടെ സംപരിഷ്വക്ത രംഭതി എന്നാണ്.
വ്യാസഭഗവാൻ തന്നെ പറയണത് അങ്ങനെയാണ്. ഇതൊക്കെ കൂടെ സംപരിഷ്വക്ത, ഒക്കെ കൂടെ പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ചാടിപ്പുറപ്പെടുകയാണ്. അതുകൊണ്ട് ഇതിന്റെ സൂക്ഷ്മാംശങ്ങള് ജീവാഭിമാനത്തിൽ അവിടെ കിടപ്പുണ്ട്. ഇതിനാണ് പ്രകൃതി എന്ന് പറയണത്. ആട്ടെ, അത് നമ്മൾ പിന്നെ വരാം. അപ്പൊ അതുണ്ടെങ്കിലേ പ്രപഞ്ചമുള്ളൂ. അതിനെ പ്രകാശിപ്പിക്കുന്നതോ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ നമ്മളിൽ പ്രകാശിക്കുന്ന ജീവൻ, അഹമസ്മി എന്ന അനുഭവം, ഞാനുണ്ട്, ആ ചൈതന്യം, അസ്തിത്വം. അത് കണ്ണുപോയാലും ചെവി പോയാലും എന്തു പോയാലും അതിന് ബാധിക്കണില്ല. ആ ലൈഫ് പ്രിൻസിപ്പിൾ വെച്ചോളൂ, ആ ജീവ അനുഭവം, അത് പരാപ്രകൃതി എന്ന് ഭഗവാൻ പറഞ്ഞു. അത് ഇതിലൊന്നും പെടില്ല. അതാണ് അഷ്ടസഖികളോടെ ഇരിക്കുന്ന കൃഷ്ണൻ. 8 സഖികളോടുകൂടെ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപം നമ്മൾക്ക് കാണാം. നമ്മളുടെ ഉള്ളിൽ നോക്കിയാൽ കാണാം. ഈ 8 വിഷയങ്ങൾ, പ്രകൃതിയുടെ ഈ 8 എലമെന്റ്സ് ആണ് അഷ്ടസഖികൾ. അതിന്റെ നടുവിൽ നിൽക്കുന്ന ചൈതന്യ സ്വരൂപനാണ് കൃഷ്ണൻ. അപ്പൊ കൃഷ്ണനും അഷ്ടസഖികളുമായി ഇവിടെ പ്രകൃതിയും, പ്രകൃതിയുടെ ഉള്ളിൽ അവതരിച്ചു നിൽക്കുന്ന ജീവൻ, കലയാ ഇരിക്കുന്ന ഈശ്വരൻ. ജീവകലയാണ് എന്നുവെച്ചാൽ ഒരു കുടത്തിലൊരു തുളയിട്ടിട്ട് ഒരു ദ്വാരം ഇട്ടിട്ട് ആകാശത്തിൽ പിടിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി ആകാശം എവിടെയെന്ന് ചോദിച്ചതാ ഇതിൽ ചെറുതായിട്ട് കാണാനില്ലേ, അതാണ് ആകാശം എന്ന് പറയും. ആകാശം ചെറുതായിട്ടാണോ? നമുക്ക് നോക്കുമ്പോ ആകാശം ഈ കുടത്തിന്റെ ഉള്ളിലെ ഒരു ദ്വാരത്തിലൂടെ കാണുന്നത് കൊണ്ട് ആ കൊച്ചു ദ്വാരത്തിൽ കാണുന്നതാണ് ആകാശം എന്ന് പറയുന്ന പോലെ അഖണ്ഡമായ വസ്തു ഉപാധിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോ ഒരു ജീവനെ പോലെ ഇതിനകത്ത് കിടക്കുന്ന ഒരാളെ പോലെ തോന്നും. ജീവഭൂതാം മഹാബാഹോ, ജീവഭൂതാം ആണ് ജീവനായി ഭവിച്ചുകൊണ്ട്, യേദം ധാര്യത്തെ ജഗത്, ഏതദ്യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ. ഇത് രണ്ടും കൂടെ ഉള്ള ഒരു പ്ലേ, ഒരു ക്രീഡ, ഒരു രാസക്രീഡയാണ് ബാക്കിയൊക്കെ ജനിച്ചതെന്നാണ്. ഈ ജീവഭൂതമായിട്ടിരിക്കുന്ന ഭഗവാനും ഈ അഷ്ടതാ പ്രകൃതിയും കൂടിയുള്ള ക്രീഡ, അതാണ് രാസക്രീഡ. ഭാഗവതത്തിൽ പറയണു, തത്വജ്ഞാനിക്ക് ഈ പ്രപഞ്ചം മുഴുവൻ രാസക്രീഡയാണെന്ന് വെച്ചാൽ വാസ്തവത്തിൽ സൃഷ്ടിയൊന്നുമില്ല, ഭഗവാൻ തന്നെ അഷ്ടസഖികളായിട്ട് മാറി. പല കളേഴ്സ് ഉണ്ടല്ലോ, വിബ്ജിയോർ എന്ന് പറഞ്ഞ് അനേക കളറുണ്ട് അല്ലേ? 7 കളറല്ലേ? എത്രയാ? 7 അല്ലേ? അപ്പൊ 7 കളറുണ്ട്. വാസ്തവത്തിൽ ഒറിജിനൽ കളേഴ്സ് എന്ന് പറയുന്നത് 2 കളറേ ഉള്ളൂ. ഒന്ന് കറുപ്പ്, ഒന്ന് വെള്ള. 2 കളറേ ഉള്ളൂ. കറുപ്പ് കളറും വെളുപ്പ് കളറും. അതാണ് ഇപ്പൊ ശിവന് വെളുത്ത കളറും ദേവിക്ക് കറുപ്പാണ്, പച്ച കളറ്. അതുപോലെ വിഷ്ണുവിനും കറുത്ത കളറാണ്. വിഷ്ണുവും സ്ഥിതിപാലകനായിട്ട് 2 കളറാണ് ഒറിജിനൽ കളേഴ്സ്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ബാക്കിയുള്ള കളേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ബാക്കി എല്ലാ നിറവും ഉണ്ടാവുന്നത് ഈ രണ്ടും കൂടെ ഉള്ള മിക്സ്ചറാണ്, കറുപ്പും വെളുപ്പും കൂടിയിട്ട്. സൂര്യ വെളിച്ചം വെളുപ്പാണ് അല്ലേ, ജ്യോതിർമയം. അത് പോയാലോ ഇരുട്ട് കറുപ്പ്. അത് രണ്ടിന്റെ നടുവ് കൂടെ ഇത് വരുമ്പോ ഉണ്ടാവണ കളർ കോമ്പിനേഷൻസ് ഒരു എന്താണ്, കണ്ണിന് തോന്നണതാണ് പല കളറ് അല്ലേ. അപ്പോ ഇതില് ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ എടുത്ത് നിങ്ങൾ കത്തിച്ചാൽ എന്ത് കളറാവും? കത്തിച്ചാൽ അത് മുഴുവൻ കറുപ്പ് കളറാവും. ശക്തിയുടെ കളറാണ് കറുപ്പ് കളർ, എല്ലാം കറുപ്പായി അല്ലേ. എന്തൊക്കെ കളർ ആ പേപ്പറിൽ ഉണ്ടെങ്കിലും അത് മുഴുവൻ കത്തിച്ചു കഴിഞ്ഞാൽ കറുപ്പ് കളറാവും, ബ്ലാക്ക് ആവും. അതിലുള്ള അക്ഷരങ്ങളും രൂപങ്ങളും ഒക്കെ അതിനേക്കാളും കറുപ്പായിട്ട് നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളില് അല്ലേ. അതിനേക്കാളും കറുപ്പായിട്ട് അതിനകത്ത് കാണാം.
ഇതുപോലെ പ്രകൃതിയിലെല്ലാം കാണപ്പെടുന്നുണ്ട്, പക്ഷെ എല്ലാം ഒരേ ഒരു ശക്തിയായിട്ട് കാണപ്പെടുക, അങ്ങനെ ഒരു അവസ്ഥ. അതാണ് മൂലപ്രകൃതി എന്ന് പറയണത്. സ്വഭാവം എന്ന് ഇനി ഭഗവാൻ ഇതിൽ പറയാൻ പോണം. മൂലപ്രകൃതി എല്ലാ വസ്തുക്കളുണ്ട്, പക്ഷെ എല്ലാം ഒരു ഏകപിണ്ഡം. ഇപ്പൊ എന്തായി? എല്ലാ കളറും കറുപ്പില് അവസാനിച്ചു അല്ലേ? ആ പേപ്പറിൽ നിങ്ങളിപ്പോ എന്തൊക്കെ ഒരു മാഗസീൻ എടുത്താൽ, അനേക കളറുള്ള മാഗസീൻ നിങ്ങൾ കത്തിച്ചു കഴിഞ്ഞാൽ, തീ കൊടുത്താൽ, അത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് പ്രൂഫ് കിട്ടും, മുഴുവൻ കറുപ്പാവും അല്ലേ? കറുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള പിക്ചേഴ്സൊക്കെ അതിനേക്കാളും കറുപ്പായിട്ട് കാണാം, ഒരു ഏകപിണ്ഡമായിട്ട് തീരും. ഗാഢം തമഃ. ഇനിയിപ്പോ അതിനെ ഇപ്പൊ കറുപ്പ് കളറായി, എല്ലാ കളറും കറുപ്പിൽ വന്ന് മൂലപ്രകൃതിയിൽ വന്ന് അവസാനിച്ചു അല്ലേ? ഇപ്പൊ എന്താ? കറുപ്പ് കളറിൽ ആ പേപ്പറുടെ ഫോർമേഷൻ ഉണ്ട്, അതിനകത്ത് അതിനേക്കാളും കറുപ്പായിട്ട് രൂപങ്ങളൊക്കെ അറിയപ്പെടുന്നുണ്ട്, പക്ഷെ ഒക്കെ കറുപ്പാണ്, ഒരേ രൂപത്തിലാണ്. ഇനിയിപ്പോ നിങ്ങൾ അതിനെങ്ങനെ ഒന്ന് കൈ കൊണ്ടൊന്ന് പൊടിക്കൂ, എന്താവും? എന്താവും? തൊട്ടാൽ എന്താവും? മുഴുവൻ പൊടിഞ്ഞു പോയാൽ ചാരത്തിന്റെ കളർ എന്താ? എന്തോ ഒരു കാര്യമാണ്. വെള്ള പൊടിയായിട്ട് തീരും അല്ലേ? കറുപ്പ് തന്നെ വെള്ളയായിട്ട് മാറും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കറുപ്പ് എന്ന് നിങ്ങൾ ഏതിനെ വിളിച്ചുവോ അവിടെ നിങ്ങൾ കാണും കറുപ്പില്ല, വെള്ളയേ ഉള്ളൂ. രണ്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു, അറ്റ്ലീസ്റ്റ് ദർ ആർ 2 കളേഴ്സ്. ദാറ്റ് വാസ് ദ ഇല്യൂഷൻ. കറുപ്പ് വെളുപ്പ് എന്ന്. ഇപ്പൊ എന്തായെന്ന് വെച്ചാൽ ആ കറുപ്പ് തന്നെ വെളുപ്പായിട്ട് മാറി. കറുത്ത കളർ, ആ ബ്ലാക്ക് കളർ തന്നെ ഇറ്റ് ഗോട്ട് ട്രാൻസ്ഫിഗേർഡ് ആസ് വൈറ്റ്. ഒറിജിനൽ. ഇനി ആ വൈറ്റ് കളറിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക്, അത് അവസാനത്തെ പ്രോഡക്റ്റാണ്. അതാണ് എടുത്തിങ്ങനെ ധരിക്കണതേ, അത് അവസാനത്തെ പ്രോഡക്റ്റാണ് ആ ഭസ്മം. ഇനി അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അവസാനം പൊടിഞ്ഞ് വെള്ളയായി അല്ലേ? അതിശുഭ്ര വസ്തു, അതില് രൂപമൊന്നുമില്ല. ആ കറുപ്പ് കളറുണ്ട്, അതിനകത്ത് രൂപമുണ്ട്. അത് പൊടിഞ്ഞ് വെള്ളയായി കഴിഞ്ഞാൽ അതിൽ രൂപമൊന്നുമില്ല. ശുഭ്രം, സുവർണ ജ്യോതി എന്ന് പറഞ്ഞ് വേദം അവസാനിപ്പിക്കുന്നത്. ശുക്ലം എന്നൊക്കെ പറയണം, ശുഭ്രവർണം. അതിലെല്ലാം അവസാനിച്ച് വെറും വെളുപ്പ് മാത്രം, ശുഭ്രവർണം മാത്രം, പ്രകാശം മാത്രം, ജ്യോതി മാത്രം, എല്ലാം അതിൽ അവസാനിച്ച്. അങ്ങനെ ഏകമായ വസ്തു. ആ ശുഭ്രജ്യോതിയെ കണ്ടിട്ട് ആ ശുഭ്രം തന്നെയാണ്, ആ വെളുപ്പ് തന്നെയാണ് കറുപ്പായിട്ട് മാറിയത്, കറുപ്പ് തന്നെയാണ് അനേക കളറായിട്ട് മാറിയത് അല്ലേ? കറുപ്പ് തന്നെയാണ് അനേക കളേഴ്സായിട്ട് മാറിയത്. കുറച്ച് ഇതൊക്കെ പറയാം. ഒരേ സാധനം അനേകമായിട്ട് മാറി, രണ്ടായിട്ട് മാറിക്കഴിഞ്ഞാൽ അനേകമായിട്ട് മാറി. ഇതാണ് രാസക്രീഡ. ശശ്വത് സ്വരൂപമഹസൈവ നിപീത ഭേദമോഹായ ബോധദിഷണായ നമഃ പരസ്മൈ വിശ്വോദ്ഭവ സ്ഥിതി ലയേഷു നിമിത്ത ലീലാരാസായതേ നമയിതം ചകൃമേശ്വരായ. ഭാഗവതത്തില് തൃതീയ സ്കന്ധത്തില് സ്തുതിയിൽ വരുന്നതാണിത്. ശശ്വത് സ്വരൂപമഹസൈവ, സ്വരൂപജ്ഞാനം കൊണ്ട് ഇവന്റെ ഉള്ളിലുള്ള ഭേദം, അനേകം 2 വസ്തുക്കളുണ്ടെന്നുള്ള ഭ്രമം പോയി കഴിഞ്ഞപ്പോ, അജ്ഞാനങ്ങൾ നീങ്ങിക്കഴിഞ്ഞപ്പോ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരേ വസ്തുവിന്റെ തിരുക്കൂത്തരങ്ങാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നൊക്കെ വെറുതെ ക്രീഡയാണെന്നാണ്. എങ്കിലും അജ്ഞാനിക്കോ അത് സംസാരമാണ്, ജ്ഞാനിക്കോ അത് അത്യന്തം ഇല്ലാതായി പോകുന്നു. ജ്ഞാനി ജ്ഞാനത്തിന് ശേഷം ജീവൻ മുക്തനായി പരമഭാഗവതനായിട്ട് പ്രപഞ്ചത്തിൽ ഇരിക്കുമ്പോഴോ അത് മുഴുവൻ ഭഗവാന്റെ തിരുക്കൂത്തരങ്ങാണ്.
തന്നിൽ നിന്ന് ഭേദമല്ല, എല്ലാ ഭഗവത് സ്വരൂപം തന്നെ. ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പ്രകൃതിയെ ഒന്ന് വർണ്ണിച്ച് ഇത് മുഴുവൻ സപ്തത അഷ്ടത പ്രകൃതി ജീവൻ രൂപത്തിലും ഞാൻ ഇരിക്കണു. ഇതൊക്കെ ഇപ്പൊ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ മത്തഃ പരതരം എന്ന അന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. ഇതൊക്കെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, 8 തരത്തിൽ പ്രകൃതി ഉണ്ട്, ജീവനുണ്ട് എന്ന് നമ്മളെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ 8 തരത്തിലുള്ള പ്രകൃതിയായിട്ടും ജീവനായിട്ടും എന്തൊക്കെ കാണപ്പെടുന്നുണ്ടോ ഹേ അർജുന, ഹക്കല്ലത്ത് ഞാൻ തന്നെ. മത്തഹ പരതരം അന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ. അല്പം പോലും എന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. എന്തെങ്കിലും അല്പം അന്യം കാണുന്നുണ്ടെങ്കിൽ, ഒരു പദാർത്ഥം അന്യം കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കാഴ്ച നിനക്ക് ദുഃഖത്തിന് കാരണമായിട്ട് തീരും. ആ ഒരു കാഴ്ച നിനക്ക് പ്രതിബന്ധമായിട്ട് തീരും, ദുഃഖത്തിന് കാരണമായിട്ട് തീരും എന്ന് പറഞ്ഞ് ഒരുപാട് വർണ്ണിച്ചു ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ. രസോഹമപ്സു കൗന്തേയ പ്രഭാസ്മി ശശിസൂര്യോഹോ പ്രണവസർവവേദേഷു ശബ്ദക്കേ പൗരുഷം നൃഷു. എങ്ങനെയാ ഭഗവാനെ അവിടുന്ന് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കണത് എന്ന് അർജുനൻ ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, എങ്ങനെയാന്ന് വെച്ചാൽ ഒരു മുണ്ടെടുത്താൽ അതിൽ നൂലിന്റെ രൂപത്തിൽ ഞാൻ വ്യാപിച്ചു നിൽക്കണു അർജുന. ഓതം പ്രോതം യസ്മിൻ ഇതം ഓതം പ്രോതം എന്ന് ബൃഹദാരണ്യകോപനിഷത്തിൽ വരും. ഊടും പാവും എന്ന് പറയും നമ്മൾ മലയാളത്തില്. തലങ്ങനെ വെലങ്ങനെ എന്ന് പറയും. എന്ന് പറയണ്ടോ കൊച്ചി മലയാളത്തില്? ഉണ്ടോ? തലങ്ങനെയും വെലങ്ങനെയായിട്ടും. തലങ്ങനെ എന്ന് വെച്ചാൽ ഈ തമിഴില് വിലങ്ക് എന്ന് ഒരു വാക്കുണ്ട്. മൃഗങ്ങൾക്ക് വിലങ്കുകൾ, വിലങ്ക് എന്ന് പറയും. വിലങ്ക്, അത് ഈ വിലങ്ങനെ എന്നുള്ള വാക്ക് അതിന് വന്നതാണ്. മൃഗങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഈ വെർട്ടിക്കൽ ഹൊറിസോണ്ടലിന് വിലങ്ക് എന്ന് പറയണ്ട്. അപ്പൊ ശരിക്കും വെർട്ടിക്കലായിട്ട് നിൽക്കണവന് തലങ്ക് എന്ന് പറയണം. തല മുകളിൽ നിൽക്കണവനാണ്. തല മുകളിലും ബാക്കിയൊക്കെ ചവിട്ടല്. അപ്പോ തലങ്ങനെയും വിലങ്ങനെയും വാലോടുകൂടി ലംഘനം ചെയ്ത് കിടക്കുന്നതായിരിക്കണം ഈ വിലങ്ങനെ കിടക്കുന്നത്. തലയോടുകൂടെ നിൽക്കുന്നത് ഉല്ലംഘനം ചെയ്ത് നിൽക്കുന്നതാണ് തലങ്ങനെ. അപ്പൊ മുണ്ട് നൂല് തലങ്ങനെ വിലങ്ങനെയാണല്ലോ, ഇങ്ങനെ ഇട്ട്. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ എല്ലാ ഊടും പാവുമായി ഞാൻ നിറഞ്ഞു നിൽക്കണു എന്ന് നോക്കാം. അപ്പോ ഒരാൾ പറയാണ്, എനിക്ക് നൂലില്ലാത്ത മുണ്ട് വേണം പറഞ്ഞല്ലോ. വസ്ത്രം എടുക്കാൻ പറ്റുമോ? വസ്ത്രം വേണം, പക്ഷെ നൂല് വേണ്ട. അതുപോലെ ഭഗവാനെ ഓരോ ഇഴയായിട്ട് എടുത്താൽ പ്രപഞ്ചമില്ല. പ്രപഞ്ചത്തിൽ ഓരോ ഇഴയും ഭഗവാൻ പറഞ്ഞു ഞാൻ അതിനകത്തുണ്ട് അർജുന. വെള്ളത്തിൽ ഞാനുണ്ട്. വെള്ളത്തിൽ ഭഗവാനെ എങ്ങനെയാണെന്ന് അങ്ങേ ധ്യാനിക്കേണ്ടത്? രസോഹമപ്സു. വെള്ളത്തിന്റെ ഉള്ളിൽ രസരൂപനായിട്ട് ഞാൻ ഇരിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്, ഒന്ന് ഓർമ്മിപ്പിക്കാം. അല്ലെങ്കിൽ നമ്മൾക്കിപ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞത് കഴിഞ്ഞ വർഷത്തോടെ മറന്നുപോകും അല്ലേ? ഗതം ഗതം സർവം ഉപേക്ഷണീയം, ആയാതം അപേക്ഷണീയം എന്നാണ്. അപ്പൊ രസോഹം രസരൂപേമയി ആപഹാതിഷ്ഠന്തി എന്നാണ് ഭഗവാൻ പറയണത്. രസം എന്ന് വെച്ചാൽ സാപ്പിഡിറ്റി എന്ന് പറയാം. വെള്ളത്തിന്റെ സ്വരൂപം വെള്ളത്വം ആണത്, ജലത്വം. അതിന്റെ ഉള്ളിലാണ് ജലം നിൽക്കുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ രസമാണ്. ആ രസത്തിനെയാണ് നമ്മൾ വെള്ളം എന്ന് പറയണത്, ജലം എന്ന് പറയണത്. അപ്പൊ രസരൂപമായി എന്നിൽ ജലം കാണപ്പെടുന്നു അർജുന. അതേപോലെ തന്നെ അഗ്നി, സൂര്യനിൽ പ്രകാശരൂപത്തിൽ ഞാനിരിക്കുന്നു. ചന്ദ്രനിൽ അതിന്റെ രൂപത്തിൽ ഞാനിരിക്കുന്നു, പ്രഭയായിട്ട്. വേദത്തിലെ മുഴുവൻ ശബ്ദബ്രഹ്മരൂപത്തിൽ ഞാനിരിക്കുന്നു. ശബ്ദബ്രഹ്മത്തിനെ എടുത്തു മാറ്റിയ വേദം എവിടെ? വേദത്തിൽ മുഴുവൻ ശബ്ദബ്രഹ്മരൂപത്തിൽ ഞാനിരിക്കുന്നു. പുരുഷന്റെ ഉള്ളിൽ, വ്യക്തിയുടെ ഉള്ളിൽ അവന്റെ പൗരുഷം എന്ന് വെച്ചാൽ അവന്റെ വ്യക്തിത്വം, അവന്റെ ഇൻഡിവിജ്വൽ സെൻസ് ആയിട്ട് ഞാൻ ഇരിക്കുന്നു. അത് എടുത്തു മാറ്റിയ പുരുഷൻ എവിടെ? ഭൂമിയിലെ മണമാണ് ഭൂമി എന്നാണ്. ഇത്തിരി മഴ പെയ്താൽ ഒരു സുഗന്ധം വരും. ആ സുഗന്ധം വരുമ്പോ നാരായണന്റെ പരിമളമാണെന്ന് അറിയണം. അങ്ങനെ അറിഞ്ഞുകൊണ്ടൊന്ന് മണക്കൂ. അത് തന്നെ മതി ധ്യാനിക്കാൻ. ഇതൊക്കെ ഇപ്പൊ ഗീതയിൽ പറയണത് എന്തിനാന്ന് വെച്ചാൽ ബുദ്ധി കൊണ്ട് അറിയാനല്ല, അനുസന്ധാനം ചെയ്യാനാണ്. വെള്ളം രാവിലെ എടുക്കുമ്പോ
ஆப்போவாய் தகும் சர்வம் விஸ்வாபூதான்யாப சொல்றோமோ இல்லையோ, இந்த ஜலத்தை எடுக்கிறது அது நாராயணன் அப்படின்னு தோணணும். இந்த ஜல ரூபத்துல நாராயணன் இருக்கான்னாக்கா ஒரு மருந்து வேண்டாம் வாஸ்தவத்துல. அதை எடுத்துட்டானா அதுவே ஆப புனந்து பிருத்வீம் பிருத்வி பூதா புனாதுமாம் புனந்து பிரம்மணஸ்பதி பிரம்மபூதா புனாதுமாம் யதுச்சிஷ்டம் யதபோஜ்யம் யத்வா துஷ்சரிதம் மம சர்வம் புனந்து மாமாபோ அஸ்தாம் ச பிரதிகிரஹ ஸ்வாஹா. ഭൂമിയിലെ സുഗന്ധമായിട്ട് ഞാൻ ഇരിക്കുന്നു. എല്ലാത്തിന്റെ ഉള്ളിലും ഔഷധി വനസ്പതികളുടെ ഉള്ളിൽ ഞാനിരിക്കണം. ഔഷധി, ഒരു ഔഷധം വാങ്ങിക്കുമ്പോൾ ഔഷധത്തിന്റെ അതിന്റെ കെമിക്കൽ കോമ്പിനേഷൻ ഒന്നും നോക്കണ്ട. നമുക്ക് ഔഷധം കഴിക്കേണ്ടി വന്നു, ഔഷധം നാരായണനാണെന്ന് ഒന്ന് കഴിക്കാം, അത്രയേ ഉള്ളൂ. അതെന്ത് ചെയ്യണോ ചെയ്യട്ടെ. ഡോക്ടറുടെ അടുത്ത് പോകുമ്പോ നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾ വേണമെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഡോക്ടർ ആ ഡോക്ടർ എന്ന് പറഞ്ഞ് പോകും. പോയി കഴിഞ്ഞാലോ ഭേഷജം ബിഷക്, വിഷ്ണു സഹസ്രനാമത്തില് ഭഗവാൻ ഒരു നാമം എന്താ? ഈ ബിഷഗ്വരൻ ഭഗവാനാണെന്നാണ്. അയാൾ തരുന്ന മരുന്നോ നാരായണനാണ്, കഴിച്ചോളാം. ഊണ് കഴിക്കുമ്പോ അന്നം നാരായണനാണ്. ഇങ്ങനെ നമ്മുടെ വ്യവഹാര മണ്ഡലത്തിൽ എല്ലാറ്റിലും ഇപ്പൊ ഗീതയിൽ പഠിച്ചിത് മനസ്സിലാക്കാൻ ഈ ഒരു സത്സംഗം മതി. പക്ഷെ ഇത് അനുഭവത്തില് ഓരോ ക്ഷണത്തിലും പ്രതിബോധവിദിതം മതം എന്ന് പറയുന്നുണ്ട്. ഓരോ ക്ഷണത്തിലും ബോധം പ്രതി ഇത് ഭക്തിയായിട്ട് മാറണമല്ലോ. അതിനാണ് ഭക്തി എന്ന് പേര്. ഭക്തി എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് അറിഞ്ഞു നമ്മൾ ജ്ഞാനം കൊണ്ട്. ജലത്തില് ഭഗവാനുണ്ട്, അഗ്നിയിൽ ഭഗവാനുണ്ട്, പുരുഷനിൽ ഭഗവാനുണ്ട്, സ്ത്രീയിൽ ഭഗവാനുണ്ട്, കഴിക്കുന്ന അന്നത്തിൽ ഭഗവാനുണ്ട്, പ്രാണാപാനന്മാരിൽ ഭഗവാനുണ്ട്, ഒക്കെ അറിഞ്ഞു കഴിഞ്ഞ് ഇത് വാസ്തവത്തിൽ നമുക്ക് അങ്ങനെ തോന്നണുണ്ടെങ്കിൽ ഒരു ക്ഷണ നേരത്തേക്ക് നമ്മൾ ഭഗവാനെ പിരിഞ്ഞിരിക്കുമോ? പിരിഞ്ഞിരിക്കുന്നവൻ ആര്? അവന്റെ വ്യക്തിത്വം തന്നെ ഭഗവത് സ്വരൂപമാണെന്ന് വരുമ്പോ ഇവിടെ വാസുദേവ സർവം. ശരി, ഭഗവാനെ ആ ഒരു സ്ഥിതി എപ്പോ വരും? ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സ മഹാത്മാ സുദുർലഭ. ഇതും കഴിഞ്ഞ അധ്യായമാണ്. ഭഗവാൻ അതിന്റെ പ്രക്രിയ പറഞ്ഞിട്ട് അതിന്റെ ഇഫക്റ്റ് പറഞ്ഞു. ഹേ അർജുന, ഇത്രയും അറിഞ്ഞ് വാസുദേവനാണ് സകലതും എന്ന് അറിയുന്ന ആ മഹാത്മാവുണ്ടല്ലോ, അവൻ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാണെന്ന്. സുദുർലഭ. ഉണ്ണുന്ന ചോറും തിന്നുന്ന വെറ്റലയും ഒക്കെ കൃഷ്ണനാണെന്ന് പറഞ്ഞു ഒരാഴ്വാർ. ഭഗവത് ഭാവം സകല വസ്തുക്കളുടെ ഉള്ളിലും കണ്ടാൽ സംസാരം പോയി. അതിനാണ് സന്യാസം എന്ന് പേര്. കാഷായം കൊടുക്കുന്നതും പേര് മാറ്റുന്നതും ദണ്ഡകമണ്ഡലങ്ങൾ ധരിക്കുന്നതും ഒക്കെ ഇതിന് ഒരു ഉപായമാണ്. ഈ സർവത്തിനെയും ഭഗവാനെ കൊണ്ട് നിറയ്ക്കുന്ന ഈശാവാസ്യമിതം സർവം എന്ന ജ്ഞാനത്തിനൊരു ഉപായമാണ്. ഇത് ആർക്ക് വന്നുമോ അവൻ സന്യാസിയാണ്. അവൻ സർവത്തിനെയും ഭഗവത് സ്വരൂപമായിട്ട് കാണുന്നവനാണ്. ആ ഒരു അനുഭവത്തിനെയാണ് ഭഗവാനുടെ 7ാമത്തെ അധ്യായത്തില് ഭഗവാൻ വിസ്തരിച്ചു പറഞ്ഞു. ജ്ഞാന വിജ്ഞാനയോഗം എന്ന് പറഞ്ഞു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പല വിധത്തിൽ അതിനെ പറയാം. കഴിഞ്ഞ വർഷം ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കേട്ടറിഞ്ഞു ഇതൊക്കെ ഭഗവാനാണെന്ന്. അത് ഭഗവാനാണെന്ന് നിങ്ങൾ കാണുമ്പോ അത് വിജ്ഞാനമായി. അത് കാണുക എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് വല്ലതും കാണുമോ? പുതിയതായിട്ടൊന്നുമില്ല. ഒരു ശാളഗ്രാമം, ഒരു ഉദാഹരണം പറയാം. ആരോ തന്നു, നിങ്ങൾക്ക് ആദ്യം ഭക്തിയൊന്നുമില്ല, അതിന് കുറച്ചൊരു വിശ്വാസമുണ്ട്. ആരോ കൊണ്ടു തന്നു, ഗണ്ഡകിന്ന് കൊണ്ടു തന്നു. ആ ശാളഗ്രാമം വീട്ടിൽ കൊണ്ടുവച്ചു. കുറച്ചായിട്ട് എങ്ങനെയാ പൂജിക്കേണ്ടത് ആരെടുത്തോ പഠിച്ചു. അതിലിത്തിരി അഭിഷേകം ചെയ്തു, പാലൊഴിച്ചു, പുരുഷ സൂക്തം ചൊല്ലി, അല്ലെങ്കിൽ നാമം ചൊല്ലി, അർച്ചന ചെയ്തു, അഭിഷേകം ചെയ്തു. കുറേ വർഷങ്ങൾ ചെയ്തു. കുറെ കഴിയുമ്പോ പതുക്കെ അതിലൊരു ഭാവം വന്നു തുടങ്ങി. സ്വാമി, നമ്മളുടെ വീട്ടിലെ സ്വാമിയാണെന്ന് തോന്നി.
പൂജിക്കുമ്പോൾ ഒരു പ്രിയം വന്നു തുടങ്ങി, നിവേദ്യം ചെയ്യുമ്പോൾ ഒരു പ്രിയം വന്നു തുടങ്ങി. ആ ശാളഗ്രാമത്തിനെ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് ആ ഭാവം ശുദ്ധമാവും തോറും ശാളഗ്രാമത്തിനെ കാണുമ്പോ തന്നെ കണ്ണീര് വന്നു തുടങ്ങി. ശാളഗ്രാമം മാറിയിട്ടൊന്നുമില്ല. നിങ്ങൾ ആ കൊണ്ടുവന്ന് തന്ന അതേ ശാളഗ്രാമം തന്നെയാണ്, അത് മാറിയിട്ടൊന്നുമില്ല. നിങ്ങളുടെ ഭാവം മാറി, ഉള്ളിൽ തെളിഞ്ഞ് 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 വന്ന് ചക്ഷുര്യത അഞ്ജന സംപ്രയുക്തം. സൂര്യൻ അതേപോലെ ഉണ്ട്, കണ്ണ് ശരിയായ സൂര്യനെ കാണും അല്ലേ? അതേപോലെ സകല പദാർത്ഥങ്ങളും വാസ്തവമായി ഭഗവാൻ തന്നെയാണ്. നമ്മളുടെ തിമിര ദൃഷ്ടി കൊണ്ട് അത് പദാർത്ഥങ്ങളായിട്ട് കാണപ്പെടുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മൾ പറയണത് ഇതൊക്കെ പദാർത്ഥങ്ങളാണ്, ഇതെങ്ങനെ ഭഗവാനാവുന്നാണ് ചോദിക്കുന്നത്. ഇത് തൂണ്, ഇതെങ്ങനെ ഭഗവാനാവും എന്ന് ഹിരണ്യകശിപു ചോദിച്ചു. പ്രഹ്ലാദൻ പറഞ്ഞു ഇത് നാരായണൻ, ഇതിനെ തൂണായിട്ട് കാണുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ സയൻസില് ഒരാൾ പറയുന്നു ഇത് ഹൈഡ്രജനും ഓക്സിജനുമാണ്, നീ വെള്ളമായിട്ട് കാണുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല, ഞാൻ വെള്ളമാണ് കാണുന്നത് അല്ലേ, അത് സയൻസിന്റെ ഒരു വിഷയം. പക്ഷെ ഇവിടെ ഭക്തിയുടെ ഭാവത്തിന്റെ അനുഭവത്തിന്റെ വിഷയം. സൂക്ഷ്മ ദർശനമുള്ള പ്രഹ്ലാദൻ പറഞ്ഞു ഇത് നാരായണൻ, ഹിരണ്യകശിപു പറഞ്ഞു ഇത് തൂണ്. ആരുടെ ഭാവത്തിന് ബലമുണ്ടോ അതിനനുസരിച്ച് അവിടെ ആവിർഭാവം ഉണ്ടായി. സകലതും നാരായണൻ എന്ന് പ്രഹ്ലാദന അനുഭവമുണ്ട്. ത്വം വായുരഗ്നിരവനിർവിയദംബുമാത്ര പ്രാണേന്ദ്രിയാണി ഹൃദയം ചിത് അനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണോ വിഗുണശ്ച ഭൂമൻ നാന്യത്വദസ്ത്യപി യത് മനസാ വചസാനിരുക്തം. പ്രഹ്ലാദസ്തുതിയിലുള്ള ശ്ലോകമാണ്. ത്വം വായു അഗ്നി അവനിഹി വിയത് അംബു മാത്രാഹ. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞത് മുഴുവൻ പ്രഹ്ലാദൻ പറയാണ്. ഭഗവാനെ ത്വം വായുരഗ്നിരവനിർ വിയത് അംബു മാത്രാഹ പ്രാണേന്ദ്രിയാണി ഹൃദയം ഛിത് അനുഗ്രഹശ്ച സർവം ത്വമേവ സഗുണഃ വിഗുണശ്ച. ഇവിടെ സഗുണം നിർഗുണം എന്നുള്ള അർത്ഥത്തിലല്ല, നല്ലതും ചീത്തയും. ലോകദൃഷ്ടിയിൽ എന്തൊക്കെ നല്ലതെന്ന് പറയണോ എന്തൊക്കെ ചീത്ത എന്ന് പറയണോ, ഭഗവാനെ ഇതിന്റെ ഒക്കെ സ്വരൂപം എനിക്ക് മാറിപ്പോയി. സ്വർണം കൊണ്ട് രാവണനെ ഉണ്ടാക്കിയാലും രാമനെ ഉണ്ടാക്കിയാലും വസ്തു സ്വർണ്ണാണ്. എല്ലാത്തിനെയും സ്വഭാവ സത്തയെ ഞാൻ കണ്ടതുകൊണ്ട് എല്ലാം ഒരേ വസ്തുവായിട്ട് ഭഗവാനെ അങ്ങേ അല്ലാതെ നാരായണനല്ലാതെ വേറെ ഒന്നും കാണാനില്ല. യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നിതൊക്കെ ഹരിനാരായണായ നമ. അപ്പൊ ഇതൊക്കെ പറയണവനാര്? അഹമേവ വിശ്വതനു നാരായണായ നമ. മത്പ്രാണനും പരനും ഒന്നെന്നുറപ്പവർക്ക് തത്പ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ പലത് കണ്ടിട്ടുണർന്നവനോടൊപ്പം ഗ്രഹിക്ക ഹരിനാരായണായ നമ. സ്വപ്നത്തിൽ പലത് കണ്ടു, എഴുന്നേറ്റുണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെ പല നാമരൂപങ്ങൾ കണ്ടുവല്ലോ, പല വസ്തുക്കൾ കണ്ടുവല്ലോ, എല്ലാം ഒരേ വസ്തു ഭഗവാനാണ്. ഇവിടെ പദാർത്ഥഭാവനാദൃഷ്ടി ബന്ധയിത്യഭിധീയത്തെ. യോഗവാസിഷ്ടത്തിലെ ശ്ലോകമാണ്. പദാർത്ഥഭാവനാദൃഷ്ടി. ഇത് പദാർത്ഥം, ഇത് വസ്തുവാണ്, ഇത് ഇലക്ട്രോണാണ്, ഇത് പ്രോട്ടോണാണ്, ഇത് ന്യൂട്രോണാണ്. അവിടെ തൊട്ട് തുടങ്ങി പദാർത്ഥഭാവനാദൃഷ്ടി. തിങ്സ്, ഒബ്ജക്ട്സ്. പിന്നെ സോളിഡ് ആയിട്ട് ഇത് മരം, ഇത് കാട്, ഇതെന്താ വനമാണോ, ഇതെന്താ വൃക്ഷമാണോ. ഋഗ്വേദത്തിലൊരു മന്ത്രമാണ്, യജുർവേദത്തിലും സംഹിതാഭാഗത്തിലും മറ്റു വരേണ്ടത്. ഇത് വൃക്ഷമാണോ, ഇത് വനമാണോ. വേദം അതിന് ഉത്തരം കൊടുത്തു. ഇത് വൃക്ഷമാണ് വനമാണ് എന്ന് പറയാൻ വേദം വേണ്ട. ബ്രഹ്മതദ്വനം ബ്രഹ്മസ വൃക്ഷ ആസീത്. ചേതനെ മന്ത്രം. ബ്രഹ്മതദ്വനം, ബ്രഹ്മമാണ് ആ കാട്, ബ്രഹ്മമാണ് ആ വൃക്ഷം എന്ന് പറയാൻ വേദം വേണ്ടിയിരിക്കണം. എന്നുവെച്ചാൽ അത് നമ്മളുടെ ദൃഷ്ടിയിൽ കാണാനില്ല. നമ്മളുടെ ദൃഷ്ടി വാസ്തവത്തിൽ എന്താ? ഇത് പുളിയാണെന്ന്. പുളിക്ക് പുളിയെന്നറിയോ? അറിയോ? നമുക്കൊരു വാക്കുകൊണ്ട് നമ്മൾ എത്ര കണ്ട് പറ്റിക്കപ്പെടുന്നു. നമ്മൾ പറയും ഇത് പുളിയാണ്. ശരി, നിങ്ങളതിന് പുളിയെന്ന് പേരിട്ടു. ഒരു ഇംഗ്ലീഷുകാരൻ അയാൾ വന്നിട്ട് അതിന് ടാമറിൻ എന്ന് പറഞ്ഞു. വേറെ
ഒരു ഭാഷയിലുള്ള അയാൾ വേറെ തിന്ദ്രിണി എന്ന് പറഞ്ഞു സംസ്കൃതത്തില്. ഓരോരുത്തരും ഓരോ പേര് പറഞ്ഞു. പക്ഷെ അതിന് ഇത് ഏതെങ്കിലും പേര് വിളിച്ചാ ഹേ പുളിന്ന് വിളിച്ചാ പുളിമരം എന്താന്ന് ചോദിക്കോ? അതിനറിയില്ല. അതിനൊരു ഇരുപ്പ് മാത്രമേ ഉള്ളൂ. ആ ഇരുപ്പിന് എന്താ പേര്? ബ്രഹ്മ. നമ്മളാണ് പേര് കൊടുത്തിട്ട് ഇത് പുളിയാണ്, ഇത് മാവാണ്, ഇത് തേക്കാണ്, ഇത് വേപ്പാണ് എന്നൊക്കെ പറയണതേ. ഇത് ആണാണ്, ഇത് പെണ്ണാണ്. കൊച്ചുകുട്ടികൾ ചോദിക്കും, അമ്മ ഞാൻ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കും അമ്മയുടെ അടുത്ത് പോയിട്ട്. അവർക്കറിയില്ല. അവർക്കുണ്ടോ വല്ലതും? വലുതായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തൊക്കെ വേണം. ആണ് പെണ്ണ് ഒക്കെ പറഞ്ഞു കൊടുക്കണം അല്ലേ? ഇതൊക്കെ പുറമേ നിന്ന്. ഇതിനാണ് അധ്യാസദോഷം എന്ന് പറയണത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ. അധ്യാസം എന്നുള്ളതിന് ട്രാൻസ്ലേഷൻ സാധാരണ സൂപ്പർ ഇമ്പോസിഷൻ എന്നാണ് ഇംഗ്ലീഷിൽ വിവർത്തനം. എങ്കിലും വളരെ ലളിതമായി ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ എഡ്യൂക്കേഷൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം. എനിത്തിങ് ദാറ്റ് യു ലേൺ ഈസ് ഇഗ്നറൻസ്. പക്ഷെ നിവൃത്തിയില്ല, അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് അത് പഠിച്ചിട്ട് തന്നെ നിവർത്തിപ്പിക്കണം. അതാണ് അതിന്റെ പ്രോസസ്സ്. ഇന്നലെ പറഞ്ഞല്ലോ നമ്മള്. പഠിക്കാതിരുന്നത് കൊണ്ട് ഒരാൾ ജ്ഞാനിയുമാവില്ല. നമ്മൾ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കും. നമുക്ക് വാക്ക് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉള്ളിൽ ആവിർഭവിക്കുന്ന ഒരു ശക്തിയാണ്. അത് നമ്മളിപ്പോ പുളി എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഒരു ഊമയാണെങ്കിൽ, അയാൾക്ക് വർത്തമാനം പറയാൻ വയ്യെങ്കിൽ അയാൾ പുളി എന്ന് പറയും. അപ്പോഴും പുളി തന്നെ ഉദ്ദേശം. ആ പുളി എന്ന് പറയുന്നതിന് പകരം വേറെ എന്നൊരു ശബ്ദം ഉണ്ടാക്കി, അത്രയേ ഉള്ളൂ. അപ്പോ ശബ്ദമുണ്ട്, ആ വാക്കുണ്ട്. ആ വാക്ക് തന്നെ ഭേദബുദ്ധിയുടെ പിറപ്പെടാണ്. അപ്പൊ ആ പിറപ്പിട മൂലോച്ഛേദം ചെയ്യണമെങ്കിൽ സകലതും മത്ത പരതരം അന്യത് കിഞ്ചിതസ്തി. ഭഗവാൻ പറഞ്ഞു എത്രയോ ജന്മങ്ങളിലെ ഹേ അർജുന, ഇവൻ ഉപാസന ചെയ്ത് ഉപാസന ചെയ്ത് ഉപാസന ചെയ്ത് ഉപാസന ചെയ്ത്, ഉപാസന എന്തിനാ? ജ്ഞാനത്തിന് വേണ്ടിയാണോ? അല്ലല്ല. വെള്ളത്തിനെ നാരായണൻ എന്ന് കാണുന്നതിന് പകരം ഇവൻ വെള്ളം എന്ന് കാണണ്ടല്ലോ, ആ കാഴ്ച മാറ്റാൻ. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശിസൂര്യ ഇല്ലേ? ഇപ്പൊ എത്ര വർഷമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷം മുതൽ കേൾക്കുന്നുണ്ട്. ഇപ്പൊ തോന്നുന്നുണ്ടോ വെള്ളം? ഇപ്പോഴും നമുക്ക് ഈ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇതില് നല്ല വെള്ളമാണോ? അതിൽ പോലും നോക്കൂ, നമുക്ക് വിശ്വാസമാണ് കാര്യം. ആ ബോട്ടിലാക്കിയിട്ട് ഏത് പൈപ്പിത്തെ വെള്ളമാണെങ്കിലും എന്തൊരു വിശ്വാസത്തോടെ കുടിക്കണം അല്ലേ? മുമ്പൊക്കെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് ഇരുന്നവര് തന്നെയാ നമ്മള്. ഇപ്പൊ എല്ലാവരും വീട്ടിലെ എത്ര ദിവസം മുമ്പ് ഉണ്ടാക്കിയ വെള്ളോ, ആരൊക്കെ തൊട്ട വെള്ളോ, ആരൊക്കെ ഉണ്ടാക്കിയ വെള്ളോ, അതൊക്കെ കൊണ്ടുവന്ന് വെക്കണ്ട്. അതൊക്കെ നിങ്ങൾക്ക് രോഗം ഉണ്ടാക്കണമില്ല. അത് നിങ്ങളുടെ വിശ്വാസമാണേ, നിങ്ങളുടെ വിശ്വാസമാണേ. വിശ്വാസത്തോടെ നിങ്ങൾക്കൊന്നും വരില്ല എന്ന് അറിഞ്ഞാൽ ഡ്രെയിനേജിലുള്ള വെള്ളം പോലും ഒരു കുഴപ്പം പറ്റില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം പറ്റും. ആ പന്നി കിടന്ന് കളിക്കുന്ന കണ്ടില്ലേ ഡ്രെയിനേജില് അല്ലേ? എന്താ നമുക്കും പന്നിക്കും പോരെ ശരീരത്തിൽ എന്താ വ്യത്യാസം? ഈശ്വരൻ നിശ്ചയിച്ചു പന്നിക്ക് ഡ്രെയിനേജ്, അത്രയേ ഉള്ളൂ അല്ലേ? അത് ടോണിക്ക് കുടിച്ച പോലെ നല്ല കൊഴുകും പുഷ്ടിപ്പെട്ടു. ഡ്രെയിനേജിലുള്ള ചളിയൊക്കെ കുടിച്ച് തിന്നിട്ട് ഒരേ വസ്തുവാണ്. പാൽപ്പായസവും ഡ്രെയിനേജിലുള്ള വെള്ളത്തിനും ഒരു വ്യത്യാസവുമില്ല. നിങ്ങൾക്ക് പാൽപ്പായസം എത്ര സ്വാദോടെ കഴിക്കണോ അത്ര സ്വാദോടെയാണ് ആ പന്നി ആ ഡ്രെയിനേജിലുള്ള ചളിവെള്ളം തിന്നണത്. അവരുടെ കല്യാണത്തിനൊക്കെ അതൊക്കെ ആയിരിക്കും കടമ്പ. നമ്മൾ ചിരിക്കണു. എന്താ? ആ ചിരി തന്നെ നമ്മളുടെ ഭേദബുദ്ധി എന്ന് പറയുന്നതാണ്. നിങ്ങളുടെ യുക്തി തന്നെ ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് ഭക്തി വേണ്ട, യുക്തി ഉപയോഗിച്ചോളൂ. എന്താ വ്യത്യാസം? ഭാവത്തിലാണ് വ്യത്യാസം. പദാർത്ഥം അത് പന്നിയാണെന്ന് വിചാരിച്ചു ഞാൻ മനുഷ്യനാണെന്ന് വിചാരിക്കണം, അത്രയേ ഉള്ളൂ. ഞങ്ങളുടെ അവിടെ ഒരു അവധൂതനുണ്ട്. അവധൂതനാണോ അദ്ദേഹം ഭ്രാന്താണോ ഒന്നും പറയാൻ വയ്യ. ഭ്രാന്തിന്റെ ലക്ഷണമൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ മിണ്ടൊന്നുമില്ല, ഇഴിഞ്ഞ് വസ്ത്രവും കെട്ടി നടക്കും. ഞാൻ കാണാൻ തുടങ്ങിയിട്ട് ഒരു 20 വർഷത്തോളം ഏകദേശം ആയിട്ടുണ്ടാവും വിചാരിക്കണം. മഴയാണെങ്കിൽ മഴയും കൊണ്ട്, വെയിലാണെങ്കിൽ വെയിലും കൊണ്ട് ആ ചളിയിലുള്ള മഴവെള്ളമൊക്കെ വാരിക്കോരി കുടിക്കും. രാവിലെ എണീറ്റ് ചെങ്കൽ പൊടി ഇങ്ങനെ നമ്മള് ഈ ഉപ്പുമാവൊക്കെ കഴിക്കണ പോലെ തിന്നണത് എങ്ങാട്ടുണ്ട്. നമ്മളിവിടെ ഇത്തിരി ഇതിന്റെ ഇൻഫെക്ഷൻ വന്നു, വേറെ കുഴപ്പം പറ്റും. മനോരോഗികളാണ് നമ്മളെ. അത് കുടിച്ചാൽ അത് പറ്റിയോ, അത് കുടിച്ചാൽ അത് പറ്റിയോ, അങ്ങനെ അങ്ങനെ സൂക്ഷിക്കണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ നമ്മളുടെ മൈൻഡ് പാറ്റേൺ അങ്ങനെ ഉണ്ടാക്കി നമ്മളുടെ സിസ്റ്റത്തിൽ അത്
സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞു. ഇതിനിപ്പോ ഡീഹിപ്നോട്ടൈസ് ചെയ്ത് എടുക്കണമെങ്കിൽ ഒരുപാട് മെനക്കെടുണ്ട്. അദ്ദേഹത്തിന് എന്തോ ഒരു വൈരാഗ്യം വന്നു, അങ്ങനെ ആയി. ശരി, ഇതൊക്കെ നിങ്ങളുടെ സയൻസ് ഒക്കെ സത്യമാണെങ്കിൽ അദ്ദേഹം എന്നോ ചത്തുപോകേണ്ടതാണ്. എന്നോ ചത്തുപോകേണ്ട ആളാ. ഞാൻ 20 വർഷമായിട്ട് കണ്ടോണ്ടിരിക്കേണ്ട വെയിലത്തും മഴയത്തും ഒരു വൃത്തികെട്ട ഗ്ലാസ് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വന്ന് ചായ കുടിക്കും. എത്രയോ പ്രാവശ്യം ഞാൻ നല്ല ഗ്ലാസ് 1-2 പ്രാവശ്യം കൊടുത്തു. അതങ്ങോട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ ഇത് കൊണ്ടുപോയി നടന്നാലും പ്രോബ്ലമാണ്. അത് വേണ്ട അദ്ദേഹത്തിന്. ആ പൊളിഞ്ഞ് ചളി പിടിച്ച ഗ്ലാസ്, അതിലെ ചായ കുടിക്കും. അദ്ദേഹത്തിന് നിങ്ങൾ ഭ്രാന്ത് എന്ന് പറഞ്ഞോളൂ, മെന്റലി റിട്ടാർഡഡ്, എന്ത് വേണമെങ്കിൽ പറഞ്ഞോളൂ, അതൊന്നും കാണുമില്ല. അങ്ങനെയൊന്നും യാതൊരു കുഴപ്പമില്ല. ഇനിയിപ്പൊ അത് കണ്ടിട്ട് അദ്ദേഹം ഒരു അവധൂതനാണ്, മഹാത്മാവാണെന്ന് പുറകെ നടക്കൊന്നും വേണ്ട. പക്ഷെ ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടി പറയാണ്, ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ പല രോഗങ്ങളുണ്ടാവും. അതും കൊണ്ട് ആ ശരീരം ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെ ഭഗവാനാണ് ഒരേ വസ്തു. ആ ഭഗവാൻ തന്നെയാണ് അനേക വസ്തുക്കളായിട്ട് ബഹുധേവ ഭാതി. ബ്രഹ്മൈവ ഭാതി സദസച്ഛ തയോഹു പരം യത് ഉരുധേവ വിഭാതി എന്നാണ്. ഉരുധേവ പല രൂപത്തില് ഒരു മൂലപ്പൊരുള് പല വസ്തുക്കൾ. നമ്മൾ ഈ ഒരു ശാസ്ത്രം വെച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്ന ഒരു ആശ്ചര്യം തോന്നും നമുക്ക്. ഇതല്ലേ ശരിയെന്ന്. അങ്ങനെ നോക്കിയാ അങ്ങനെ, എങ്ങനെ നോക്കിയാ ഇങ്ങനെ, നല്ലത് ചീത്ത ഇന്നലെ പറഞ്ഞില്ലേ, തത് സൃഷ്ട്വാ തദേവാണുപ്രാവിശത് തദനുപ്രവിശ്യ സത്യച്ഛാഭവത് നിരുക്തഞ്ച നിലയനഞ്ച വിജ്ഞാനഞ്ച സത്യഞ്ച അനൃതഞ്ച ഒക്കെ ആയിട്ട് തീർന്നു എന്നാണ്. ശരി, ഇപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞാലും നമ്മൾക്കിപ്പോ നാളെ പോയി ഡ്രെയിനേജ് വെള്ളം ആ പന്നിയെ പോലെ കുടിക്കാൻ എന്തുകൊണ്ട് പറ്റില്ല? നിങ്ങൾ അറിഞ്ഞു, നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് അറിഞ്ഞിട്ടില്ല. സിസ്റ്റത്തിൽ അറിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. സിസ്റ്റത്തിൽ ചിലപ്പോൾ വൈരാഗ്യം കൊണ്ട് അറിയപ്പെടും, ചിലപ്പോൾ അത്ര കണ്ട് തീവ്ര വിശ്വാസം, ഭക്തി കൊണ്ട്. അതാണ് പറയുന്നത് ഭക്തി വേണമെന്നവിടെ. ആദ്യം ഇതിന്റെ ശാസ്ത്രം അറിയണം, പിന്നെ നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഭക്തിയാണ്. ഗുരു പറഞ്ഞു, ഗുരുവാക്യത്തിനെ കേട്ടു, അതേപടി പ്രബലമായിട്ട് അത് അങ്ങോട്ട് വിശ്വസിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ തീ തൊട്ടാ ചുടില്ല എന്നാണ് ചാന്തോക്യ ഉപനിഷത്തിൽ പറയണത്. പഴയകാലത്തെ ഉദാഹരണം ഞാൻ ആദ്യമൊക്കെ വായിക്കുമ്പോൾ വിചാരിച്ചിരുന്നു, ഇത് എന്താ ഇത്ര പ്രാകൃതമായ ഒരു ഉദാഹരണം കൊടുക്കണതെന്ന്. തത്വമസി മഹാവാക്യം പറയുമ്പോൾ 9-മത്തെയോ 8-മത്തെയോ ഉപദേശത്തിനാണ്. 9 പ്രാവശ്യം ഉപദേശിക്കും. അതിൽ പറയും, ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ്. ഇപ്പോഴും ഗ്രാമങ്ങളിലൊക്കെ അത് ചെയ്യണ കാര്യമാണ്. ചില ഗ്രാമങ്ങളിലൊക്കെ ഇയാൾ കള്ളമാണോ പറഞ്ഞത് സത്യമാണോ പറഞ്ഞത് നോക്കാൻ വേണ്ടി ചുട്ടുപഴിച്ച ഇരുമ്പ് പിടിപ്പിക്കുകയാണ്. ഇയാള് സത്യമാണ് പറയണതെന്ന് വെച്ചാൽ ചുടില്ല എന്നാണ്, നുണയാണ് പറയണതെന്ന് വെച്ചാൽ ചുടും. ഇതൊക്കെ ഇപ്പൊ ശരിയാവോ? ആർക്കാണെങ്കിലും ചുടില്ല. ഇതാണ് നമ്മളുടെ സയൻസ്. അയാള് ടോട്ടലി ഇന്റഗ്രേറ്റഡ് പേഴ്സൺ ആണെന്ന് വെച്ചോളൂ. ഞാൻ സത്യമാണ് പറയണതെങ്കിൽ അയാളുടെ ഓരോ കോശത്തിലും ആ സത്യം നിൽക്കും, ചുടില്ല എന്നാണ്. ഇത് പെർഫെക്റ്റ് സയൻസ് ആണ്. അത് പെർഫെക്റ്റ് സയൻസ് ആണ്. അത് നമുക്ക് ലാബോറട്ടറിയിൽ പ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല, നമ്മുടെ അടുത്ത് ചോദിച്ചാലും പറ്റില്ല. കാരണം നമ്മൾ ബോൺ വിത്ത് സർട്ടൻ പ്രോബ്ലംസ് ആണ്. നമ്മൾ പൂർണ്ണമായി ഇന്റഗ്രേറ്റഡ് അല്ല, യോഗികളല്ല. ആ ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിൽ പഴയകാല സാധാരണ ജനം ഇന്റഗ്രേറ്റ് എന്ന് പറയുന്നത് നേച്ചറാണ്. അതുകൊണ്ട് ഈ ആദിവാസികൾ അവർക്കൊക്കെ ഇത് പ്രാക്ടിക്കൽ ആവണം. വളരെ വിശ്വാസവും ശ്രദ്ധയുള്ളവരുടെ അടുത്തൊക്കെ ഇത് പ്രാക്ടിക്കൽ ആവണം. ഈ ശാസ്ത്രം ഇന്നും ചുടില്ല അത്ര, ചിലർക്കൊക്കെ കൈ പൊള്ളുപോലും ഇല്ല എന്നാണ്. അവരത് പരീക്ഷിച്ച് കണ്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഉപനിഷത്ത് പോലെയുള്ള ഒരു ഗ്രന്ഥത്തിൽ അതിനെ കൊണ്ടുപോയി പറഞ്ഞിരിക്കുന്നത്. തത്വമസി മഹാവാക്യം വിചാരം ചെയ്യുമ്പോ ഈ ആധുനിക വ്യാഖ്യാതാക്കൾ തന്നെ പറയണു, ഇതൊക്കെ സത്യമാണോ ഉണ്ടോ അറിയില്ല, പഴയ കാലത്ത് ഇതൊക്കെ പ്രായോഗികമായിരുന്നിട്ടുണ്ടാവാം, ഇന്നത്തെ കാലത്തൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ വ്യാഖ്യാതാക്കൾ തന്നെ അതിലൊരു ദൂഷ്യം വരുത്തി വെച്ചിട്ടുണ്ട്. ആധുനിക വ്യാഖ്യാതാക്കൾ. ആചാര്യസ്വാമി ഭാഷ്യത്തിൽ അത് അതേപടി പറഞ്ഞിട്ടുണ്ട്. തപ്തപരശുഗ്രഹണം എന്ന് പറഞ്ഞിട്ട് ദൃഷ്ടം യത് ചോര അചോരയോഹോ എന്ന് വിവേക ചൂടാമണിയിൽ അതിനെ തന്നെ ഉദാഹരണം ദൃഷ്ടാന്തം എടുത്ത് കാണിക്കുന്നുണ്ട്. കള്ളനും കള്ളനല്ലാത്തവനിലും ഈ വ്യത്യാസം കാണുന്ന പോലെ താൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞവനും അറിയാത്തവനും ഈ വ്യത്യാസം കാണും എന്ന് വിവേക ചൂടാമണിയിൽ ഇതെടുത്ത് പറയുന്നുണ്ട്. നമുക്കപ്പോ വിശ്വാസം, ശ്രദ്ധ എന്ന് പറയണത് ഇന്റലിജൻസിന് മേലെ ഉള്ളതാണത്. നിങ്ങൾ ഫസ്റ്റ് അറിയണു ഒരു വസ്തുവേ ഉള്ളൂ എന്ന്.
പിന്നെ നിങ്ങൾക്ക് അത് എത്ര കണ്ട് ദൃഢമാണോ, ആ ബലമുണ്ടോ, അതിൽ ശ്രദ്ധയുണ്ടോ, വിശ്വാസമുണ്ടോ, അതിനനുസരിച്ച് അതിന്റെ പവർ നിങ്ങൾ കാണും. അതിന്റെ ഫോഴ്സ് നിങ്ങൾ ജീവിതത്തിൽ ആക്ടിവേറ്റഡ് ആയിട്ട് കാണും. ഇതാണ് എന്ന് പറഞ്ഞാൽ അതേ നടക്കുള്ളൂ എന്നാണ്. ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുള്ളൂ. ശ്രുതി അങ്ങനെയൊക്കെ തന്നെ പറയണ്ടേ. ഇത് അറിഞ്ഞു കഴിഞ്ഞവൻ പിന്നെ എന്തു പറഞ്ഞോ അത് നടക്കും എന്നാണ്. അയാളുടെ ലൗകിക ജീവിതം പോലും സൗരഭ്യമുള്ളതായിട്ട് തീരും, സമൃദ്ധമായിട്ട് തീരും. എന്ത് നടക്കണോ അതേ നടക്കുള്ളൂ, അയാൾ സങ്കല്പിക്കണ പോലെ നടക്കുള്ളൂ. കാരണം സത്യസങ്കല്പ, അവൻ സത്യസങ്കല്പനാണെന്നാണ്. അപ്പൊ സാധന എന്ന് പറയുന്നത് എവിടെയാ കിടക്കണത് നോക്കൂ. എത്ര കണ്ട് നമ്മളുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും കോശങ്ങളുടെയും നമ്മളുടെ ഉള്ളിലുള്ള ഹോർമോൺസും വൈബ്രേഷൻസും ഒക്കെ ഒരേ ഒരു തലത്തിൽ ഒരു വരിയിൽ നിൽക്കണം. നമ്മളിപ്പോ ഈ സയൻസ് മനസ്സിലാക്കണുണ്ടല്ലോ, ഇത് തന്നെ വലിയ കാര്യം. ഇത് മനസ്സിലാക്കി ഇതിനനുസരിച്ച് നിൽക്കുക. ഇപ്പോ എവിടെങ്കിലും ഒരിടത്ത് മതിയെന്നാണ്. പഴയ കാലത്ത് ഇതൊക്കെ നമ്മളിപ്പോ ഐതിഹ്യമാലയിലൊക്കെ നോക്കിയിട്ട് പറയും പാക്കനാരുടെ ഭാര്യയ്ക്ക് പാക്കനാറ് ഈശ്വരനായിട്ട് കരുതിയെന്നാണ്. അതുകൊണ്ട് പാക്കനാർ വിളിച്ച അമ്മ വെള്ളം കോരിക്കൊണ്ടിരിക്കുക. ആ പാത്രം അവിടെ ഇട്ടിട്ട് വന്നാൽ അത് എവിടെ ഇട്ടോ അവിടെ നിൽക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ പഴയ കാലത്തെ ആളുകൾക്ക് അത്ര ശ്രദ്ധ ഉണ്ടായിരുന്നു. അങ്ങനെ നിൽക്കുവോ എന്ന് ചോദിച്ചാൽ നിൽക്കുവോ നിങ്ങൾ ചോദിക്കുമ്പോൾ വീഴും. നിങ്ങൾ എപ്പോൾ നിൽക്കുവോ എന്ന് ചോദിച്ചാൽ അത് വീഴും. ഈ ലോകം എപ്പോ ഭഗവാന്റെ സങ്കല്പമാണോ, നിങ്ങൾ ഭഗവാനുമായിട്ട് ഒന്നായിട്ട് തീർന്നാൽ നിങ്ങൾ സത്യസങ്കല്പനായിട്ട് തീരും. നിങ്ങൾ സത്യസങ്കല്പനായിട്ട് തീർന്നാൽ വെള്ളം ഭഗവാനാണ്, അഗ്നി ഭഗവാനാണ്, മരം ഭഗവാനാണ്, തൂണ് ഭഗവാനാണ്. കടൽ വഴിമാറിപ്പോന്ന് പറഞ്ഞാൽ വഴിമാറി പോണം. അഗ്നി ചുടരുതെന്ന് പറഞ്ഞാൽ ചുടാൻ പാടില്ല. ഒരാൾ ഗുണമാവണം എന്ന് പറഞ്ഞാൽ ഗുണമാവും. എന്താ ആവണം എന്ന് പറയണോ അത് അതുപോലെ ആവണം, ആയിത്തീരണം. എന്താന്ന് വെച്ചാൽ ഒന്നായിട്ട് തീർന്നിരിക്കണം. നിങ്ങൾ പൂർണ്ണമായിട്ട് തീർന്നിരിക്കണം. അവിടെ രണ്ടില്ല. ദ്വൈതം നീങ്ങിപ്പോവുക എന്ന് പറയുന്നത് ബുദ്ധിയിലുള്ള ഒരു ചെറിയൊരു അറിവ് മാത്രമല്ല, ആ അറിവ് നിങ്ങളെ മുഴുവനുമായിട്ട് തീർന്നിരിക്കണു. നിങ്ങളുടെ ഹോൾ ബീങ് എല്ലാമായിട്ട് തീർന്നിരിക്കണമെന്ന്. ഇത്രയൊക്കെ ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു. 7ാമത്തെ അധ്യായത്തിൽ അപ്പോ ഇങ്ങനെയൊന്നും പൂർണ്ണമായി ഏകവസ്തുവായി ഭഗവാനെ അറിയാതെ, ജ്ഞാനിയായി തീരാതെ, താൻ മുഖ്യമായി, തന്റെ കാമനകൾ മുഖ്യമായി ആ അഖണ്ഡ വസ്തുവിനെ തന്നെ ഓരോരോ ദേവതകളായിട്ട് കാമനകൾക്ക് വേണ്ടി ഭജിക്കുക എന്നുള്ള പരിപാടിയുണ്ട്. അവർക്ക് അന്തവത്തു ഫലം തേഷാം തദ്ഭവതി അല്പമേധസം. അവരല്പബുദ്ധികളാണ്. അവര് അനൽപമായ ജ്ഞാനമില്ല അവർക്ക്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിക്കണവരാണ്. ഞാൻ ഭഗവാനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ആ ദേവന്മാരൊക്കെ തന്നെ ഉപയോഗിക്കുമെന്നാണ്. പശുവിനെ പോലെ നായ്ക്ക് ഇത്തിരി ചോറിട്ട് കൊടുത്തിട്ട് ബാബാ ബാബാ എന്ന് വിളിച്ചത് വാലാട്ടിക്കൊണ്ട് വരുന്ന പോലെ ആ ദേവന്മാർ വിളിക്കുന്ന വഴിക്കൊക്കെ നമ്മൾ പോകേണ്ടി വരും. കുറെയൊക്കെ ഗുണം തരും അവർക്ക്, നല്ലതൊക്കെ തരും നമുക്ക്. അവര് നമ്മളെ വെച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. നമ്മളുടെ തന്നെ ചൈതന്യ, അവരുടെ ചൈതന്യം വേറെ അല്ലല്ലോ. അപ്പൊ ആ ദേവന്മാരെ ആരാധിക്കുന്നു. എന്തുകൊണ്ട് ആരാധിക്കുന്നു? കാമൈസ്തൈസ്തൈഹി ഹൃതജ്ഞാനാഹ. ജ്ഞാനത്തിന് മുഖ്യ തടസ്സം എന്താന്ന് വെച്ചാൽ നമ്മളുടെ ആഗ്രഹങ്ങളാണ്. അതുകൊണ്ടാണ് നമുക്ക് ആഗ്രഹം പലതും ഉള്ളിലുള്ളപ്പോൾ അന്യാഭിനിവേശം എന്നൊരു ദോഷം നമ്മളുടെ ഉള്ളിൽ വരുന്നതാണ്. ആ ദോഷമുള്ളപ്പോൾ നേരിട്ട് അങ്ങോട്ട് കേൾക്കാൻ പറ്റില്ല. നമ്മൾ കേട്ടാലും ഇതൊക്കെ ശരി, ഇപ്പൊ ഒരു ജോലി വേണമല്ലോ, അതിന് പ്രതിയും അത് പ്രബലമായിട്ട് ഉള്ളിൽ ഉണ്ട്. പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി നമ്മൾ വിളിക്കുന്ന പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടിയാണ്. അപ്പോ
ജ്ഞാനികളുടെ അടുത്ത് പോകുമ്പോ അതിനും ജ്ഞാനികളുടെ അടുത്ത് പോകുന്നതിന് ഉപനിഷത്ത് പറയണ്ട. പോയിക്കോളൂ, അവരുടെ അടുത്ത് പോയി ചോദിക്കുന്ന ഇന്ന ദേവതയെ ഭജിക്കൂപ്പ, ജോലി കിട്ടും, കിട്ടിക്കോളും, ഇയാളിങ്ങനെ പോട്ടെ. അന്തവത്ത് ഫലം തേശാം തദ്ഭവത്ത് അല്പമേധസ. അപ്പോ ഒരു മഹാത്മാവിന്റെ അടുത്ത് പോയി ചോദിച്ചു, എനിക്ക് ജോലിയില്ല, ഞാൻ ജോലി കിട്ടും, ഇന്ന ദേവതയെ ഭജിക്കുന്നു. അയാൾ കുറെ കഴിയുമ്പോ തസ്യ ആരാധന മീഹത്തെ, അതിൽ കുറെ ആരാധന കണ്ടു, ആ ദേവിയെ പോയി ഭജിച്ചത് മുതൽക്ക് എന്റെ കാര്യമൊക്കെ നടന്നു. അതുകൊണ്ട് ഇനി എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ അവിടെ പോകും തീരുമാനിച്ചു. നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ജീവിതത്തിൽ കാണാം. ഒന്നും ഈശ്വര വിശ്വാസമോ ഇതുമാതിരി ഒന്നും ഇല്ലാത്ത ആളുകള് എന്തെങ്കിലും ഒരു മകള് കല്യാണം കഴിയണം, മകന് എന്തെങ്കിലും ജോലി കിട്ടണം, എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ആരാധിച്ച് തുടങ്ങി കഴിയും. ചിലപ്പോ ആ കാര്യം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് പിന്നെയും തുടരും, ഒരു നന്ദി പ്രകടനം പോലെ. നമുക്ക് ഉപകാരം ചെയ്ത ആളല്ലേ, അതിലൊരു സുഖവും കണ്ടു തുടങ്ങണം അവര്. അതുകൊണ്ട് അവര് ആ ആരാധന തുടർന്ന് ചെയ്യും. അങ്ങനെ തുടർന്ന് ചെയ്യുമ്പോ അവര് പതുക്കെ പതുക്കെ ആ ദേവതയിൽ നിന്ന് അവർക്ക് ഫലമൊക്കെ കിട്ടും. ഭഗവാൻ പറഞ്ഞ ഞാൻ തന്നെയാണ് ആ ദേവതയിൽ ഇരുന്ന് ഫലം കൊടുക്കുന്നത്. ഞാനെന്ന് വെച്ചാൽ അന്തര്യാമിയായ ആത്മാ തന്നെയാണ് അവർക്ക് ഫലം കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് ഉള്ളിലുള്ള വസ്തുവിനെ അറിയാത്തത് കൊണ്ട് ഈ ദേവതയിൽ നിന്നാണ് ഫലം തന്നത്, ദേവതയാണ് ഫലം തന്നതെന്ന് പറഞ്ഞ് ആരാധന ചെയ്യും. ലഭതേച്ച തതക്കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷെ അതൊക്കെ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ. അന്ധവത്തു ഫലം തേശാം, അജ്ഞാനത്തിന് നീക്കം ചെയ്യില്ല. ഉള്ളപടി എന്നെ അറിയുന്നവർ വളരെ വിരളമാണ്. നാഹം പ്രകാശ സർവസ്യ. എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മള് വളരെ ഗംഭീരമായിട്ട് വിശകലനം ചെയ്തു. സകല പദാർത്ഥങ്ങളുടെ ഉണ്മയായ സ്വരൂപം വാസുദേവനാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ അറിയപ്പെടാത്ത? നാഹം പ്രകാശ സർവസ്യ. ഭഗവാൻ തന്നെ പറയണു, ഞാൻ എല്ലാവർക്കും ഒന്നും പ്രകാശിക്കുന്നില്ല അർജുന. ഇതിനെ ആചാര്യസ്വാമി കഠോപനിഷത്ത് ഭാഷ്യത്തിലെടുത്ത് കോട്ടിയുണ്ട്. അഹോ അതിഗംഭീര ദുരവഗാഹ്യ വിചിത്രായം മായ. ആചാര്യസ്വാമികളെ എല്ലാവരും മായാവാദികൾ എന്ന് പറയണ്ടല്ലോ. എങ്കിലും മായ എന്നുള്ള പദം ഭാഷ്യത്തിലൊന്നും കാണുകയില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഈ പല വൈഷ്ണവർ പല ആളുകളുമാണ് കൂടുതൽ മായ എന്നുള്ള വാദം പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മവാദിയാണ് അദ്ദേഹം. മായ എന്നുള്ള പദമേ കാണാനില്ല, അപൂർവം. അത് ഈശ്വരന്റെ ശക്തി എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയണത്. കഠോപനിഷത്ത് ഭാഷ്യത്തില് അതിഗംഭീര ദുരവഗാഹ്യ വിചിത്രായം മായ. ഈ മായ ഉണ്ടല്ലോ, ആ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതും വിചിത്രവുമാണ്. എന്താന്ന് വെച്ചാൽ എല്ലാരും വാസ്തവത്തിൽ പരമാത്മസ്വരൂപികളായി തന്നെ ഇരിക്കാം. ഇങ്ങനെ ശാസ്ത്രവും ആചാര്യന്മാരും സത്സംഗത്തിലും ഒക്കെ കേട്ടും പറഞ്ഞും അറിഞ്ഞും ഒക്കെ കഴിഞ്ഞിട്ടും അഹം അമുഷ്യപുത്ര ഇതി മുഹ്യതി. ഞാൻ ഇന്നവന്റെ മകനാണ്, പേരക്കുട്ടിയാണ്, എന്റെ കുടുംബം അറിയോ? വൈകുണ്ഠത്തിൽ പോയാലും പരിചയക്കാരെ കണ്ടാ ചോദിക്കും അത്രേ. ഇവിടെ തന്നെ ഇരിക്കുമ്പോഴും സകലതും അതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വൈകുണ്ഠം കൈലാസമൊക്കെ ഇവിടെ വന്നു. വൈകുണ്ഠത്തിൽ പോയിട്ടും മട്ടാഞ്ചേരിയിൽ എവിടെയാന്ന് ചോദിച്ചാൽ അത് സംസാരമായി എന്നാണ്. എന്താന്ന് വെച്ചാൽ ഇത് ഉള്ളിൽ കിടക്കണം. അപ്പോ നാഹം പ്രകാശ സർവസ്യ. എന്തുകൊണ്ടാ? യോഗമായ സമാവൃത. ഇതിനവിടെ എടുത്തു ഉദ്ധരിക്കേണ്ട ആചാര്യസ്വാമികൾ. അഹം അമുഷ്യപുത്ര ഇതി അനുച്യമാനേപി ഗൃഹാതി ബംഭ്രമിതി. ഞാൻ ഇന്നവന്റെ പുത്രനാണ്, ഇന്നവന്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് പലതായിട്ട് കരുതുന്നു. ഇതാണ് ഗോപസ്ത്രീകൾ ഭാഗവതത്തിൽ പറഞ്ഞത്. ഭർത്തൃ ശുശ്രൂഷ ചെയ്യേണ്ടേ, ഇതൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഗോപികകൾ പറഞ്ഞു, ഭഗവാനെ ഈ വേറെ എന്ന് പറഞ്ഞ് എത്ര കാലം ഉപാസിക്കും എന്നാണ്. കുർവന്തി ഹി ത്വയി രതിം കുശലാഹ സ്വ ആത്മൻ നിത്യപ്രിയേ പതി സുതാദിവിരാർത്തിദൈഹിക്കും. കുർവന്തി ഹി ത്വയി രതിം, നിത്യപ്രിയം. അതൊക്കെ അല്പം അത് പ്രിയം വെച്ചു, ഭഗവാനാണെന്ന് പറഞ്ഞ് ഉപാസിച്ചു കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും അത് പെട്ടെന്ന് പോയി. നമ്മളുടെ ഭഗവാൻ പോയി. ഉപാസന ദൃഢമുണ്ടെങ്കിൽ ആ ഭാവം ഉള്ളിലുണ്ടാവും, എന്നാലും ദുഃഖം വരും. എന്താന്ന് വെച്ചാൽ വളരെ ഇഷ്ടപ്പെട്ട് ഉപാസിച്ചു, പോയി. ആരൊക്കെയോ ഉപാസിച്ചു അല്ലേ? അതുകൊണ്ട് പുന്താനം പറയണത്
ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോ ഉണ്ണികൾ വേണമോ നമുക്ക് മക്കളായി? അതുകൊണ്ട് ഉള്ളില് നിത്യമായ വസ്തു പ്രകാശം. വെളിയിൽ ഉണ്ണി വന്നാൽ ഉണ്ണി പോയല്ലോ, വിഷമിക്കേണ്ടി വന്നുവല്ലോ, ഒന്നാണ് ദുഃഖിക്കേണ്ടി വന്നുവല്ലോ. അപ്പൊ ഭക്തി സുതാദിഭിഹി, ഇതൊക്കെ തന്നെ ആർത്തി എന്ന് വെച്ചാൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ ബുദ്ധിമുട്ടിക്കല്ലോ നമ്മളെ. അത് വെളിയിലുള്ള പദാർത്ഥമല്ലേ. അതുകൊണ്ട് ഏകമായ വസ്തുവിനെ വിട്ട് മറ്റു വസ്തുക്കളിലൊക്കെ കൊണ്ടുപോയി മനസ്സ് വെച്ചാ ദുഃഖം വരും ഭഗവാൻ എന്നാണ് പറഞ്ഞത്. ഗോപികകൾ പറയാൻ നിനക്ക് അറിയില്ലെങ്കിൽ ഉപദേശിച്ചു തരാമെന്നാണ്. പതിസുതാന്വയ ഭ്രാതൃബാന്ധവാൻ അതിവിലംഘ്യ. നോക്കൂ, അതാണ് ട്രാൻസെൻഡിങ് ആണ്. അവരൊന്നും ഉപേക്ഷിച്ചില്ല. എന്നുവെച്ചാൽ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് അറിഞ്ഞ് അതിവിലംഘ്യത്തെ അന്തി അച്യുതാഗത. ച്യുതിയില്ലാത്തവനാണ് ഭഗവാൻ. ബാക്കിയുള്ളവർക്ക് ച്യുതിയുണ്ടേ. ഒന്നിൽ നമ്മൾ ച്യുതിക്കും, അല്ലെങ്കിൽ അവർ ച്യുതിക്കും, എവിടെയെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടാവും, വിഷമുണ്ടാവും. അപ്പൊ അഖണ്ഡമായ ഉപാസന വേണമെങ്കിൽ ഈ ഖണ്ഡമായിട്ടുള്ളത് ഓരോന്നായി വിട്ടുപോയി അഖണ്ഡമായിട്ട് ഇരിക്കണം. അതായിട്ട് തന്നെ ഇരിക്കണം. ആ അഖണ്ഡമായിട്ടിരിക്കണം. ആ അഖണ്ഡമായിട്ടിരിക്കുമ്പോ അന്യം ഒന്നുമില്ല. അത് പ്രകാശിക്കണില്ല. നാഹം പ്രകാശ സർവസ്യ യോഗമായ സമാവൃത. എന്റെ യോഗമായ മറച്ചിരിക്കുകയാണെന്ന്. മൂഢോയം നാഭിജാനാതി ലോക. ഈ ലോകം മൂഢമാണെന്നാണ്. എന്നുവെച്ചാൽ മോഹിച്ച് കിടക്കണത്. മാം അജം അവ്യയം, ഞാൻ ജനനവും മരണവുമില്ലാതെ എപ്പോഴും ഉള്ള പൂർണ്ണ വസ്തുവാണെന്ന് അവർക്ക് അറിയണില്ല. വ്യയമില്ലാത്തവനാണെന്ന് അറിയണില്ല എന്ന്. വ്യയമൊക്കെ ചെറിയ ചെറിയ വസ്തുക്കളാണ്, തോന്നലാണെന്ന്. മൂഢോയം നാഭിജാനാതി ലോകോ മാം അജം അവ്യയം വേദാഹം സമതീതാനി. പക്ഷെ അവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ്. നോക്കൂ, ഇവിടെയാണ് നമുക്കൊരു വലിയൊരു എന്താണ് കുഴപ്പം, ഒരു അനുഗ്രഹം ഭഗവാൻ പറഞ്ഞത്. പോട്ടെ, അവരറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വേദാഹം സമതീതാനി, അവരുടെ കഴിഞ്ഞുപോയതൊക്കെ എനിക്കറിയാം. വർത്തമാനാനി ചാർജുന, ഇപ്പൊ നടക്കണതും എനിക്കറിയാം. ഭവിഷ്യാണി ച സർവാണി, വരാൻ പോണതൊക്കെ എനിക്കറിയാം. എന്താന്ന് വെച്ചാൽ അഹം ഹൃദയസ്ഥ, ഹൃദയത്തിൽ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് ഞാനാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കർമാദി സാക്ഷിണി കാരയിത്രി കർമ്മഫലപ്രദാം, കർമ്മം ചെയ്യിപ്പിക്കുന്നതും സാക്ഷിയായിട്ടിരിക്കുന്നതും കർമ്മവും ഒക്കെ ഞാനാണെന്ന്. പുരുഷ ഏവേദം വിശ്വം കർമ്മ തപോ ബ്രഹ്മ പരാമൃതം ഏതദ്യോ വേദ നിഹിതം ഗുഹായാം സോ വിദ്യാഗ്രന്ഥിം വികരതീഹ സൗമ്യ. അവിദ്യാഗ്രന്ഥിയെ നീക്കിയവന് സകലതും ഞാനാണ്. ഞാൻ ഉള്ളിലിരുന്ന് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നെ അവരറിയണില്ല. എന്നെ അറിയാതിരിക്കാൻ കാരണം എന്താ? രാഗം, ദ്വേഷം. സ്ഥൂല ദേഹോത്പത്തിയിൽ തന്നെ കാമക്രോധങ്ങളിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ശീതോഷ്ണ സുഖദുഃഖാദി ദ്വന്ദ്വങ്ങൾ നിമിത്തമുണ്ടാകുന്ന അവിവേകത്താൽ സകല പ്രാണികളും വിഷയാഭിമാനത്തെ പ്രാപിക്കുന്നു. ഇച്ഛാദ്വേഷങ്ങൾ തന്നെ ശീതോഷ്ണങ്ങളെ പോലെ പരസ്പര വിരുദ്ധങ്ങളാകുന്നു. തണുപ്പും ചൂടും പോലെ ഈ രാഗവും ദ്വേഷവും തന്നെ പരസ്പരം വിരുദ്ധമാണല്ലോ. തണുപ്പുള്ളപ്പോ ചൂടില്ല, ചൂടുള്ളപ്പോ തണുപ്പില്ല എന്ന് പറഞ്ഞ പോലെ രാഗം ഉണ്ടെങ്കിൽ ദ്വേഷം, ദ്വേഷം എന്നാൽ രാഗം വരില്ല. ഒരേ വസ്തു തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കാണുകയാണ്. അപ്പം അവ സകല പ്രാണികളെയും സംബന്ധിക്കുന്നു. അവ ദ്വന്ദ്വങ്ങൾ എന്ന് പറയപ്പെടുന്നു. ഇത് കാരണം, ഈ ദ്വന്ദ്വങ്ങൾ കാരണം ജനങ്ങൾ മുഴുവൻ മോഹിച്ച് കിടക്കാണ്. സുഖം വേണം, ദുഃഖം വരാൻ പാടില്ല. ഇതൊക്കെ എപ്പ കടക്കും? ഏഷാം തു അന്തഗതം പാപം ജനാനാം പുണ്യകർമ്മണം. സത്സംഗത്തിൽ വന്നു, ഭഗവത് നാമം ജപിച്ചു, നമ്മുടെ സ്വാർത്ഥത കുറച്ചായിട്ട് ത്യാഗം ചെയ്തു, ഭഗവാന് ഭക്തി ചെയ്തു, ഭഗവത് ആരാധന ചെയ്തു. എങ്ങനെയോ കുറെ കഴിയുമ്പോ ജ്ഞാനമുത്പദ്യതേ പുംസാം ക്ഷയാത് പാപസ്യ കർമ്മണ. ഈ പാപവാസന ഉള്ളില് അങ്ങനെ രോഗങ്ങളൊക്കെ വരുന്നത് പാപം കൊണ്ടാണ്. എന്തെങ്കിലും വിഷമം, എന്തോ ഒരു കുഴപ്പത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്, അല്ലാതെ വരില്ല. അതേപോലെ തന്നെ അജ്ഞാനം ഒരു പാപാണ്. നമ്മൾ അജ്ഞാനികളാണ് വിനയത്തോടെ പറയണം, ഒരു പാപാണത്. അപ്പൊ പാപം എന്ന് വെച്ചാൽ എന്താ? നെഗറ്റീവ് ആക്ഷൻസിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഒക്കെ. അതുകൊണ്ട് ആദ്യത്തെ പടി ചെയ്യുന്നത്, നമുക്ക് ചെയ്യാവുന്ന ബേസിക് കാര്യം എന്താ? നെഗറ്റീവ് ആക്ഷൻസിനെ നിർത്താൻ വല്ല വഴിയുണ്ടോ നോക്കുക.
നെഗറ്റീവ് ആക്ഷൻസ് നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ സ്പേസ് മുഴുവൻ പോസിറ്റീവ് ആക്ഷൻസ് കൊണ്ട് നിറയ്ക്കണം. അതാണ് പുണ്യകർമ്മണം എന്ന് ഭഗവാൻ പറഞ്ഞത്. അമ്പലത്തിൽ പോവാ, നാമം ഇതൊക്കെ എന്തിനാണ് ആളുകൾ ചോദിക്കും. പൊതുവെ ഈ ഭൂതം ഇടയ്ക്കിടയ്ക്ക് വരും, ഏതെങ്കിലും വേഷം ഇട്ടിട്ട്. നിങ്ങൾ ദിവസം അമ്പലത്തിൽ പോയി ഇപ്പൊ എന്ത് കിട്ടി? അവിടെ പോണു, നാമം ജപിക്കണം. സപ്താഹത്തിൽ പോയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പുസ്തകവും പിടിച്ചോണ്ട് തൂണിൽ ചാരി ഇരുന്ന് ഉറങ്ങിയിട്ട് ഇപ്പൊ എന്ത് കിട്ടി? എന്തോ വളവളാന്ന് വായിക്കണം, നിങ്ങൾക്കൊന്നും മനസ്സിലാവൂല. അവിടെ പോയി നിങ്ങൾ എന്തോ മനസ്സിലാവണ പോലെ ഇരിക്കണം. എന്തെങ്കിലുമൊക്കെ കുറ്റം പറയും. നാട്ടിൽ നടക്കണതാണ്. അവിടെ ചാപ്പാടടിക്കാനല്ലേ പോണത് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ പറയും നിങ്ങൾ വെറുതെ പോയിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടാൻ പോവാണ്, ഞങ്ങൾക്കും ഭാഗവതം വായിക്കാൻ അറിയും എന്ന് പറഞ്ഞിട്ട് എന്ന് പറയും. എന്തെങ്കിലുമൊക്കെ പറയും ആളുകൾ. അവരോട് പറയാൻ ഉദ്ദേശിക്കുന്നു ഒന്നും അറിയില്ല, അപ്പൊ എന്തോ പോണു, അവിടെ ഭാഗവതം വെച്ചോണ്ടിരിക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കും. എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. ഇനിയിപ്പൊ അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കിട്ടും, അത് പേടിച്ചിട്ടാണ് ചെയ്യണത്. അത്രയും സമയം ആ വിഹിത കർമ്മം ഇല്ലെങ്കിൽ നിഷിദ്ധ കർമ്മം വരും. എന്തെങ്കിലും ടി വി നോക്കേ, അടുത്തെങ്കിലും വർത്തമാനം പറയേ, ആരെങ്കിലും ചീത്ത പറയേ, നിന്ദിക്കേ, സ്തുതിക്കേ, എന്തെങ്കിലും വ്യാപാരം ചെയ്യേ, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് ചെയ്യാതിരിക്കാനുള്ള ഒരു പണിയാണ് ഈ വിഹിതകർമ്മം. ഈ ഭൂതത്തിനെ കൊട്ടെണ്ണ വെച്ചിട്ട് തൂണിൽ കയറ്റി ഇറക്കണ പോലെ, അല്ലെങ്കിൽ വാല് നിവർത്താൻ കൊടുക്കണ പോലെ ഒരു പണി. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. അതിന് ഇഫക്റ്റ് ഉണ്ടോ, അതിൽ മെഡിറ്റേഷൻ വന്നുവോ, നിങ്ങൾക്ക് ജ്ഞാനം വന്നുവോ, നിങ്ങൾക്ക് വല്ലതും ഒന്നും ആലോചിക്കണ്ട. നിങ്ങൾക്ക് എന്ത് അതിന്റെ പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവണുണ്ടോ എന്നുള്ളത് ഇമ്പോർട്ടന്റേ അല്ല, നെഗറ്റീവ് ഉണ്ടാവണില്ല എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. ഇതാണ് അതിന്റെ സീക്രട്ട്, ഇതാണ് അതിന്റെ രഹസ്യം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇനിയൊക്കെ ചെയ്തോളൂ. സപ്താഹത്തിലേക്ക് പോലും അമ്പലത്തിൽ പോലും ഭഗവത് ആരാധന ചെയ്ത് ഇത് ചെയ്താൽ നമ്മൾക്ക് അതിന്റെ സീക്രട്ട് അറിയാം. നമ്മൾ പിന്നെ ഒന്നും കുലുങ്ങില്ല. ആരെന്ത് പറഞ്ഞാലും കുലുങ്ങില്ല. എനിക്കൊന്നും വേണ്ടാപ്പാ, ഞാൻ വെറുതെ പോവാണ്, എന്നെ വിടും, ശരി കാണിച്ചു കൂട്ടാൻ പോണു, അല്ലെങ്കിൽ വെറുതെ പുസ്തകം വെച്ചോണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങാൻ പോണു, ശരി എന്ത് വേണമെങ്കിൽ പറഞ്ഞു. ഊണ് കഴിക്കാനാണ് പോണത്, ഓ ശരി വളരെ നന്ന്. ഊണ് കഴിക്കണപ്പോ തെറ്റൊന്നും അല്ലല്ലോ, ഭഗവത് പ്രസാദം നിന്ന് കഴിക്കണം, അത്ര തന്നെ. എന്ത് വേണമെങ്കിൽ നീ പറഞ്ഞു, അവിടെ പോയി ഇരിക്കണം. മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. മനസ്സിലായിട്ട് ഇപ്പൊ എന്ത് കിട്ടി? ഒന്നും കാര്യമില്ല. അങ്ങനെ കുറച്ചു കാലം, ദീർഘകാല നൈരന്തര്യ സത്കാരാസേവിത, കുറച്ചു കാലം ചെയ്യൂ, ശാന്തി വരും. നമ്മൾ വിചാരിക്കണം ഇങ്ങനെ മെഡിറ്റേഷനിൽ ഇരുന്ന്, അങ്ങനൊന്നും വരില്ല. അതൊക്കെ വെറുതെ ഒരു മനസ്സിന്റെ മറ്റൊരു കളിയാണത്. മെഡിറ്റേഷൻ സീറ്റിൽ ഇങ്ങനെ ഇരുന്നു കുറച്ചു നേരത്തേക്ക് ഈ മനസ്സുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആ ഒരു സുഖം തരും. അപ്പൊ നിങ്ങൾ ധ്യാനിക്കുകയാണെന്നൊക്കെ വിചാരിക്കും. അതൊക്കെ വെറുതെയാണ്. കുറച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ കാണാൻ മൂപ്പര് വേറെ ചില വേഷമൊക്കെ കെട്ടണത്. അതുകൊണ്ട് ഋഷികൾ അറിഞ്ഞു, വളരെ സാത്വികമായിട്ടിരിക്കുക, സാധാരണയായിട്ടിരിക്കുക, ഒന്നും വിഹിത കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, ഫലേച്ഛയില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുക, അതിന്റെ നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്യാതിരിക്കാനുള്ള വഴി ഉണ്ടാക്കി തീർക്കുക. ഈ വിഹിത കർമ്മം ചെയ്ത ഇടയിൽ നിഷിദ്ധം തിരുകണ്ട. അതുകൊണ്ട് കഴിയുന്നതും ആസുപ്തേഹേ ആമൃതേഹേ കാലം നയേത് വേദാന്ത ചിന്തയാന്നാണ്. ഉറങ്ങണവരെ മരിക്കണവരെ വേദാന്ത വിചാരം ചെയ്യൂന്നാണ് പറയാ. എന്തിനാന്ന് വെച്ചാൽ രാവിലെ എണീറ്റ രാത്രി ഉറങ്ങണവരെ, അങ്ങനെ എത്ര ദിവസം? മരിക്കണവരെ. എന്തിനാ? ഒരു പർപ്പസ് ഇല്ല. ഒന്നും ചെയ്യാതിരുന്നാ മതി. ചുമ്മാ ഇരിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത്. അത് പറ്റില്ലേ, നമുക്കൊരു സൂക്കേടുണ്ടല്ലോ എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട്. ആ ഒരു ദോഷം നിവർത്തിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ വേണം. ഞാൻ ഈ സാധന എന്നുള്ള വാക്കേ ഉപയോഗിക്കില്ല പൊതുവെ. സാധന എന്ന് പറയുമ്പോൾ തന്നെ സാധിക്കാൻ എന്തോ ഉണ്ടെന്നൊരു തോന്നൽ ആളുകൾക്ക് വരികയാണ്. ഇത്ര ദിവസം ചെയ്തു, എനിക്കൊന്നും കിട്ടിയില്ലല്ലോ. സാധനയല്ല, അനുഷ്ഠാനം. സാധന എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു വാക്കാണ്. അതുകൊണ്ട് ആ വിഹിത കർമ്മങ്ങള് ചെയ്തുകൊണ്ടിരുന്നാൽ അന്തഗതം പാപം. കുറെ കഴിയുമ്പോ, പാപം എന്ന് വെച്ചാലേ നെഗറ്റീവ് ടെൻഡൻസീസ് ആണ്. വേണ്ടാത്തത് ചെയ്യാനുള്ള ഒരു പ്രവണത. ആ പ്രവണത നമ്മളുടെ ഉള്ളിൽ നിന്ന് പോയി കിട്ടും. ഇത് ഋഷികൾ ഇതൊക്കെ കണ്ടിട്ടാണ് വർണ്ണാശ്രമ ധർമ്മങ്ങൾ വെച്ചത്. നമ്മൾ അതിനൊക്കെ എന്തൊക്കെയോ ചെയ്തു, എന്തൊക്കെയോ പറയണു.
വർണ്ണാശ്രമധർമ്മങ്ങളുടെ ഒക്കെ ഉദ്ദേശം ജന്മജന്മങ്ങളായി ഒരു ശുദ്ധ ശരീരത്തിനെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയതാണ് അവര്. അതിലൊരു 1000-ൽ ഒരു 975 പാളി പോയാലും 25 എണ്ണം കിട്ടിയാൽ മതി അവർക്കെന്നാണ്. അത്രേ ഉദ്ദേശിച്ചുള്ളൂ. എത്രയോ എണ്ണം പാളിപ്പോയാലും ഒരു രമണ മഹർഷി, ഒരു രാമകൃഷ്ണ പരമഹംസൻ. ആ ഉപാധി ശുദ്ധമായതുകൊണ്ടല്ലേ ജ്ഞാനം വളരെ എളുപ്പത്തില് അതിൽ വന്ന് ഇരിക്കാനും പ്രബലമാവാനും സുഖമാവാനും ഒക്കെ സാധിച്ചേ. അപ്പൊ ആ ഉപാധി ശുദ്ധി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമായിരുന്നു വൈദികമായ പ്രവൃത്തിമാർഗം. നിവൃത്തിമാർഗത്തിനൊരു ഫീൽഡ് ഉണ്ടാക്കാനായിരുന്നു പ്രവൃത്തിമാർഗം. ഇത്രയൊക്കെ ഋഷികൾ ബുദ്ധിമുട്ടിയാണ്. എന്തിനാന്ന് വെച്ചാൽ അന്തഗതം പാപം, ഈ പാപത്തിന് എന്നുവെച്ചാൽ നെഗറ്റീവ് ടെൻഡൻസീസ്, ഇതും അതും പലതും നമ്മൾക്ക് ഹിതമല്ലാത്ത കാര്യം ചെയ്യാനുള്ള നമ്മളുടെ പ്രവണതയുണ്ട്. വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ പറയണു, ധർമ്മം വളരെ എളുപ്പമാണ്, ഒരു ബുദ്ധിമുട്ടില്ല. ഇത്തിരി ഉദ്ധരണി ജലം എടുത്ത് അച്യുതായ നമഃ, അനന്തായ നമഃ, ഗോവിന്ദായ നമഃ, കേശവ നാരായണ മാധവ ഗോവിന്ദ, എന്താ ബുദ്ധിമുട്ട്? ഇത്തിരി അർഘ്യം ഒഴിച്ചു, കുറച്ചു നേരം ഇരുന്ന് സുഖമായി ആനന്ദം വരെ ഉണ്ടാവും. ഗായത്രി ജപം ചെയ്തു, ബോറടിക്കണമെന്ന്. പിന്നെ എന്ത് ചെയ്തു? ബോംബ് വയ്ക്കുക, കല്ലെറിയ, കുത്തുക. ഇത് എളുപ്പമുള്ള കാര്യമാണോ? മെനക്കെട്ട് ചെയ്യാണെന്നാണ്. എന്താ? ധർമ്മം പ്രസംഗാദപിന ആചരന്തി, പാപം പ്രയത്നേന സമാചരന്തി എന്നാണ്. ആശ്ചര്യമേതദ്ധി മനുഷ്യലോകെ അമൃതം പരിത്യജ്യ വിഷം പിബന്തി എന്നാണ്. കള്ളുകുടിക്കുക എന്നുള്ള എളുപ്പമാണോ? എത്ര മെനക്കെടേണ്ടിയിരിക്കണില്ലേ? ആരെങ്കിലും അറിയണവർ കാണുന്നുണ്ടോ, അവര് കാണുണ്ടോ, ഇവര് കാണുണ്ടോ? ഇല്ല. ആ സമയം നോക്കി ഈ സമയം നോക്കി തലയിൽ തുണിയിട്ട് അതിനകത്ത് പോയി കഴിയുമ്പോ അടുത്ത വീട്ടുകാരന് അടുത്തിരിക്കണം. പിന്നെ രണ്ടുപേരും പരിചയമായി, അടുത്ത ദിവസം ഒന്നിച്ച് പോകും. പാപജന്മങ്ങളാണ്. ഏഷാം തു അന്തഗതം പാപം. പാപം ഈ ഇത്തരത്തിലുള്ള ടെൻഡൻസിയാണ് നമുക്ക് സ്വസ്ഥമായിട്ട് സത്യത്തിനെ അറിഞ്ഞിട്ടും ഇരിക്കാൻ കൂട്ടാക്കാത്തത്. ഈ ടെൻഡൻസീസ് നീക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, പതുക്കെ 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 നിവർത്തിപ്പിച്ച് ജനാനാം പുണ്യകർമ്മണം, ഭഗവൻ നാമ ജപം കൊണ്ടൊക്കെ ശരീരത്തിലുള്ളതൊക്കെ ശുദ്ധമായി. തേ ദ്വന്ദ്വമോഹ നിർമുഖതാഹ. ഇത് സുഖം തരുമെന്ന് പറഞ്ഞ ഒരു വസ്തുവിന്റെ പുറകെ ഓടുക, ഇത് ദുഃഖം തരുമെന്ന് പറഞ്ഞിട്ട് തപസ്, ഭഗവത് ആരാധന മുതലായിട്ടുള്ളതൊക്കെ നിവർത്തിപ്പിക്കുക. ഇത്തരത്തിലുള്ള ആ പണിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങോട്ട് പോയി ദോഷമൊക്കെ നിവർത്തിച്ചു. തേ ദ്വന്ദ്വമോഹ നിർമുക്താഹ ഭജന്തേ മാം ദൃഢവ്രതാഹ എന്നാണ്. അതിനുശേഷമാണ് അവർക്ക് ദൃഢവ്രതം വരുന്നത്. ഭഗവത് ഭജന അല്ലാതെ ഇനി ജീവിതത്തിൽ വേറെ ഒരു കാര്യമില്ല. ശരി, അവരെന്തിനു വേണ്ടി ഭജിക്കണമെന്നാണ്. ഇവരിപ്പോ എന്തിനു വേണ്ടിയാ ഇതൊക്കെ ചെയ്യണത്? ഒന്നുമില്ലാതെ ഇപ്പൊ നിനക്കൊക്കെ ചെയ്യോ? ജരാമരണമോക്ഷായ. ഭഗവാൻ പറഞ്ഞു, ലോകത്തിലൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല, ജരാമരണമോക്ഷായ മാം ആശ്രിത്യയതന്തി. അവരും ജരാമരണമോക്ഷത്തിന് വേണ്ടി അവരുടെ ഒരു ഈഗോയോടുകൂടെയല്ല തപസ് ചെയ്യണത്, എന്നെ ആശ്രയിച്ചുകൊണ്ട് ജ്ഞാനവിചാരവും ഭക്തിസാധനയും ഒക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോ എന്താവും? ഞാൻ അവരുടെ മുമ്പിൽ അങ്ങനെ യാവാനഹം യഥാഭാവോ യദ്രൂപ ഗുണകർമ്മകഃ, എന്റെ എന്തൊക്കെ ഭാവങ്ങളുണ്ടോ, എത്ര കണ്ട് ഞാനുണ്ടോ അതൊക്കെ അവരുടെ മുമ്പിൽ അനാവൃതമാകും. ഇത് എന്താ എത്ര കണ്ട്? എന്താ ഭഗവാൻ ഇത്ര എന്നുണ്ടോ എന്ന് വെച്ചാൽ അതൊക്കെയാണ് ഭഗവാൻ പറയണത്. ഈ ശുദ്ധമാവുമ്പോ എത്ര യാവാനഹം യഥാഭാവ യദ്രൂപ ഗുണകർമ്മകഃ എന്നൊക്കെ ഭാഗവതത്തിൽ വരുന്നുണ്ടല്ലോ, ആ യാവാനുള്ള അർത്ഥമാണ് ഇവിടെ ഭഗവാൻ പറയണത്. അവരെന്തൊക്കെ മനസ്സിലാക്കും ചിത്തം ശുദ്ധമാവുമ്പോ എന്ന് വെച്ചാൽ തേ ബ്രഹ്മ തദ് ബ്രഹ്മ വിദു, അവര് ബ്രഹ്മത്തിനെ അറിയും. കൃത്സ്നം പൂർണ്ണമായിട്ടും അധ്യാത്മം. എന്താ ഈ കൃഷ്ണം അധ്യാത്മം എന്ന് വെച്ചാൽ ബ്രഹ്മാവ് മുതൽ സ്തംഭപര്യന്തമുള്ള സകല ഉപാധികളിലും പ്രത്യേകാത്മാവായി സ്ഥിതി ചെയ്യുന്ന അന്തര്യാമിയായ ഭഗവാനെ അറിയും. നിർവിശേഷമായ ഉപാധിയില്ലാത്ത ബ്രഹ്മത്തിനെ അറിയും. സോപാധികമായിട്ട് എല്ലാത്തിന്റെ ഉള്ളിലും കുടികൊള്ളുന്ന ആ വസ്തുവിനെ അറിയും. മാത്രല്ല അതൊന്ന് ഉദ്ഭവിച്ചിവിടെ കൂത്ത് നടത്തുന്ന കർമ്മമുണ്ടല്ലോ,
ലീല നടത്തുന്ന കർമ്മം, ആ കർമ്മത്തിന്റെ സീക്രട്ടും അവരുടെ മുമ്പില് ചരടഴിയും. ഒരു വശത്ത് നമ്മൾ ആത്മാവാണ്, മറ്റൊരു വശത്ത് നമ്മളുടെ ഉള്ളിലിരുന്ന് അന്തര്യാമിയായി നമ്മൾ ബ്രഹ്മമാണെന്ന് ശരീരമേ ഇല്ല. ഹനുമാന്റെ അടുത്ത് രാമൻ ചോദിച്ചു, നീ എന്നെ എങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു. ഹനുമാൻ പറഞ്ഞു, ഞാൻ ദേഹമെന്ന് തോന്നുമ്പോൾ ഞാൻ അങ്ങയുടെ ദാസനാണ്, ഞാൻ ജീവനെന്ന് തോന്നുമ്പോൾ അങ്ങയുടെ അംശമാണ്, ഞാൻ ആത്മാന്നറിയുമ്പോൾ നീ വേറെയില്ല, ഞാൻ വേറെയില്ല, നീയേ ഇല്ല എനിക്ക്, ഞാനുമില്ല. ദേഹബുദ്ധ്യാതു ദാസോഹം ജീവബുദ്ധ്യാ ത്വത് അംശകഃ ആത്മബുദ്ധ്യാ ത്വമേവാഹം ഇതിമേ നിശ്ചിതാമതി എന്ന് പറഞ്ഞു ഹനുമാൻ. അപ്പൊ അതേപോലെ ഇവിടെ ആദ്യം ബ്രഹ്മ എന്ന് പറഞ്ഞു. അവിടെ ബ്രഹ്മ എന്ന് വെച്ചാൽ അവിടെ പ്രപഞ്ചമില്ല, ഉപാധികളൊന്നുമില്ല. അധ്യാത്മം എന്ന് വെച്ചാൽ അതിനകത്ത് ഓരോ ജീവന്റെ ഉള്ളിലും ജീവകലയായിരിക്കുന്ന ഭഗവാൻ. പിന്നെയോ കർമ്മ, അഖിലം കർമ്മ, നമ്മൾ ചെയ്യുന്ന പല തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ, ജീവന്റെ പ്രവൃത്തികളുണ്ട്, പ്രപഞ്ചത്തിൽ നടക്കുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം എന്ന പഞ്ചകൃത്യങ്ങളുണ്ട്. അങ്ങനെ വ്യഷ്ടിയിലും സമഷ്ടിയിലും നടക്കുന്ന സകല കർമ്മങ്ങളുടെയും സീക്രട്ട് അവരുടെ മുമ്പിൽ നിന്ന് ചുരുളഴിഞ്ഞു വരും എന്നാണ്. അപ്പൊ ചികിത്സ ഫിസിക്കൽ പ്ലെയിനിലും ആവാം, ഇന്നർ പ്ലെയിനിലും ആവാം, അബ്സല്യൂട്ട് പ്ലെയിനിലും ആവാം. അവനാണ് ഗുരു. ഈ മൂന്നും വേണമെന്നാണ് അയാൾക്ക്. ഫിസിക്കലി ഒരു ദോഷം വന്നാൽ അതിന് നിവൃത്തി എന്തെങ്കിലും ഉണ്ടാവണം. എന്തു പാപം കൊണ്ടാണ് വന്നത് നിവൃത്തി. ആന്തരികമായി അയാളുടെ ദോഷം, മനോവൈകല്യങ്ങളെ തീർത്തു കൊടുക്കണം. അവസാനം ശരീരവും മനസ്സുമില്ലാത്ത ബ്രഹ്മമാണ് നീ എന്ന് ബോധിപ്പിക്കണം. ഈ മൂന്നും അയാളിൽ കാണുന്നു. സാധിഭൂത അതിദൈവം മാം സാധിയജ്ഞം ചെയ്യേ വിദുഹു പ്രയാണകാലേപിച്ച മാം തേ വിദുഹു യുക്തചേതസഃ. അവർ അതിഭൂതം, അതിദൈവം, അതിയജ്ഞത്തോടുകൂടി എന്നെ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോ കുറെ വാക്കുകൾ ഭഗവാൻ പറഞ്ഞപ്പോ അർജുനന് സംശയം തോന്നി. ഇതെന്താ അതിഭൂതം, അതിദൈവം, അതിയജ്ഞം എന്നൊക്കെ ഭഗവാൻ പറയണത്? ഭഗവാനെ അതൊക്കെ എന്താണ് എന്ന് ചോദിക്കുകയാണ് അടുത്ത അധ്യായത്തിൽ. അങ്ങനെ അർജുനൻ ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് അടുത്ത അധ്യായം പിറക്കണത്. 8ാമത്തെ അധ്യായം അല്ലേ? ജ്യോതിഷത്തിൽ എന്താ അഷ്ടമസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ജ്യോതിഷി ഉണ്ടല്ലോ അവിടെ, മൃത്യുവിന്റെ സ്ഥാനമാണല്ലോ അല്ലെ? അഷ്ടമത്തില് ശനി എന്നൊക്കെ പറയല്ലോ അവര്. അതുപോലെ ഈ 8ാം അധ്യായം ഒരു വിധത്തിൽ മൃത്യുവാണ്. ഇച്ഛാമൃത്യുവിനുള്ള വഴിയാണെന്ന് വെച്ചോളൂ. ശാവാമൽ ശാവ് എന്ന് പറയും തമിഴില്. ശരീരത്തിന് തന്നെ പേര് മൃത്യുവാണ്. ശരീരത്തിന് മറ്റൊരു പേരാണ് മൃത്യു എന്ന് പറയുന്നത്. ശരീരമുണ്ടോ? മൃത്യുണ്ട്. അനുസ്യൂത ഇതില് മൃത്യു നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിശപ്പ്, ദാഹമൊക്കെ നമുക്ക് വരണ്ടല്ലോ, അതൊക്കെ മരണമാണെന്നാണ്. മരണത്തിന്റെ രൂപമാണ് വിശപ്പും ദാഹവുമായിട്ടൊക്കെ കാണപ്പെടുന്നത് എന്നാണ് ഉപനിഷത്ത് പറയണത്. അതുകൊണ്ട് മൃത്യു ഒരു പർട്ടിക്കുലർ ഫോമല്ല. വിശപ്പ്, ദാഹം ഒക്കെ വരുമ്പോ ആ ഓരോ വിശപ്പും നമ്മളുടെ ഉള്ളിൽ കുറെ കോശങ്ങളെ തിന്നും. അപ്പോ നമ്മുടെ അന്നത്തിനെ ഉള്ളിലെടുക്കും. ആ അന്നം പോയിട്ട് കുറച്ച് കോശങ്ങൾ തിന്നും. നമ്മൾ അന്നത്തിനെ തിന്നും, അന്നം നമ്മളെ തിന്നും. ഇതൊക്കെ ശ്രുതി പറയണതാണ്, വേദം പറയണതാണ്. നമ്മൾ അന്നത്തിനെ ഭക്ഷിക്കും, അന്നം, ഓരോ ഭക്ഷിക്കപ്പെടുന്ന അന്നവും നമ്മളെ കുറച്ച് ഭക്ഷിക്കും. ഇങ്ങനെ പരസ്പരം മൃത്യുവാണ് ഇവിടെ മുഴുവനും. അപ്പോ ആട്ടെ, ഇനിയിപ്പോ ഇവിടെ അർജുനൻ ചോദിച്ചു, ഭഗവാനെ എന്താണ്? കുറെ വാക്കുകള് പറഞ്ഞല്ലോ, അത് ഏത് ഭാഷയിൽ പെട്ടതാണെന്ന് ചോദിച്ചു. അതാണ് അടുത്ത ചോദ്യം. നോക്കൂ. അർജുനോവാച കിം തദ് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യത്തെ. ഹേ പുരുഷോത്തമ, തദ് ബ്രഹ്മ കിം, അധ്യാത്മം കിം, കർമ്മ കിം, അധിഭൂതം കിം, അധിദൈവം കിം. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്തിനാണ് പറയപ്പെടുന്നത് എന്ന് ചോദിക്കുകയാണ്. 3ാം അധ്യായത്തിന്റെ അവസാനത്തിൽ തേ ബ്രഹ്മ തദ്വിദുഹു, അവർ ആ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നാൽ സോപാധികമായും നിരുപാധികമായും ഇങ്ങനെ രണ്ടവസ്ഥയിലും ബ്രഹ്മശബ്ദം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. അതിനാൽ ഇവിടെ വിവക്ഷിച്ചിട്ടുള്ളത് എന്താകുന്നു? ഇതൊക്കെയാണ് ചോദ്യം. ഹേ പുരുഷോത്തമ, ഭഗവാനെ പുരുഷോത്തമ എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അർജുനൻ. ഈ കുറെ വാക്കുകൾ പറഞ്ഞല്ലോ, ഇതൊക്കെ എന്താണ്?
അധിഭൂതം, അധ്യാത്മം, അധിദൈവം എന്ന് പറയുന്നതൊക്കെ എന്താണ് ഹേ ഭഗവാനെ എന്ന് ചോദിച്ചു. അപ്പോ അടുത്ത ശ്ലോകം നോക്കൂ. വീണ്ടും ചോദ്യം തുടരാം. അധിയജ്ഞ കഥം കോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഃ. അർജുനൻ ആ ചോദ്യം അവിടെ തന്നെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. അധിയജ്ഞൻ എന്ന് പറയുന്നത് ആരാണ്? യജ്ഞത്തിന്റെ അധിദേവത ആരാണ്? യജ്ഞോ യജ്ഞപതിർ യജ്വ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃദ്യജ്ഞകൃത്യജ്ഞീ യജ്ഞഭുക്യജ്ഞസാധന യജ്ഞാന്തകൃത് യജ്ഞഗുഹ്യം അന്നം അന്നാദൈവച അല്ലെ എന്ന് എവിടെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അധിയജ്ഞനെ ചോദിക്കുകയാണ് ഇവിടെ. ഈ അധിയജ്ഞൻ ആരാണ്? കഹ അത്ര ആരാണ് അധിയജ്ഞനായിട്ട് ഈ ശരീരത്തിൽ ഇരിക്കുന്നത്? പ്രയാണകാലേ മരണസമയത്തിൽ ഞാൻ ആരെയാണ് ധ്യാനിക്കേണ്ടത്? എങ്ങനെ അറിയപ്പെടും? അഥവാ നിന്നെ ഞാൻ എങ്ങനെ അറിയും എന്നാണ് ചോദിക്കുന്നത്. കഥം ജ്ഞേയോസി എന്നുവെച്ചാൽ ഇപ്പോ ഗീത കേട്ട് വന്ന് അർജുനൻ പതുക്കെ പതുക്കെ തന്റെ മുമ്പിൽ നിൽക്കുന്ന കൃഷ്ണനെ ഒരു വ്യക്തിയായിട്ടല്ല കാണുന്നത്. ആദ്യമൊക്കെ ചോദിച്ചു, നീ ദേവകിയുടെ പുത്രനല്ലേ എന്നൊക്കെ ചോദിച്ചതാണ്. ഇപ്പൊ ചോദിക്കണത് കഥം ജ്ഞേയോസി നിയതാത്മഭി, ഹേ ഭഗവാനെ അവിടുത്തെ ഞാൻ എങ്ങനെ അറിയും എന്നുവെച്ചാൽ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണെന്നുള്ള ഭാവത്തോടു കൂടെ, ആ ഈശ്വരൻ തന്നെയാണ് തന്റെ മുമ്പിൽ നിന്ന് വർത്തമാനം വരണത് എന്ന് കണ്ടുകൊണ്ട് ആ ഭഗവാനോട് ചോദിക്കുകയാണ്. കഥം ജ്ഞേയോസി നിയതാത്മഭി, ഇന്ദ്രിയങ്ങളും മനസ്സിനെയൊക്കെ അടക്കിക്കൊണ്ട് അങ്ങേ അറിയാനുള്ള ഉപായം എന്താണ് ഭഗവാനെ എന്ന് ചോദിച്ചു. അപ്പോ ഭഗവാൻ അതിന് ഉത്തരം പറയണതാണ്. നോക്കൂ. ശ്രീ ഭഗവാൻ ഉവാച അക്ഷരം ബ്രഹ്മപരമം സ്വഭാവോധ്യാത്മമുച്യത്തെ ഭൂതഭാവോദ്ഭവകരഃ വിസർഗഃ കർമ്മസംജ്ഞിതഃ സ്വഭാവോധ്യാത്മമുച്യത്തെ ഭൂതഭാവോദ്ഭവകരഃ വിസർഗഃ കർമ്മസംജ്ഞിതഃ. പരമം അക്ഷരം ബ്രഹ്മ സ്വഭാവഃ അധ്യാത്മം ഉച്യത്തെ ഭൂതഭാവോദ്ഭവകരഃ വിസർഗഃ കർമ്മസംജ്ഞിതഃ. ഇവിടെ ഈ ശ്ലോകം മുതൽക്ക് ഭഗവാൻ ഈ അധ്യായം ആരംഭിക്കുകയാണ്. അതുകൊണ്ടാണ് അക്ഷരബ്രഹ്മയോഗം എന്ന് പേര്. അക്ഷരം ബ്രഹ്മപരമം. അക്ഷരം എന്ന് വെച്ചാൽ വാക്കിന്റെ അർത്ഥം അറിയാൻ നിങ്ങൾക്ക്. നക്ഷരതി ഇത് അക്ഷരം, അഴിവില്ലാത്തത്, നാശമില്ലാത്തത് എന്നർത്ഥം. ഏത് നശിക്കുകയില്ലയോ അതിന് അക്ഷരമെന്ന് പേര്. എഴുതുന്ന വാക്കിന് അക്ഷരം എന്ന് പറയണു. അത് പഠിച്ചവനെ സാക്ഷരാഹ എന്ന് പറയണു അല്ലേ. വാസ്തവത്തിൽ ആത്മാവിനെ അറിഞ്ഞവനാണ് സാക്ഷരൻ. നമ്മളിപ്പോ കേരളത്തിലൊക്കെ സാക്ഷരന്മാരെന്ന് പറയണു. ഇതുപോലെ ഗതി കിട്ടാത്ത ഒരു കൂട്ടര് ഭാരതത്തിൽ എവിടെയില്ല. ഏറ്റവും അധികം ഗോഹത്യ നടക്കുന്ന സ്ഥലമാണ്, പശുഹത്യ നടക്കുന്ന സ്ഥലമാണ്. ഒക്കെ നമ്മൾ ഒരു കോൺഷ്യൻസും ഇല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് സാക്ഷരന്മാരാണെന്നുള്ള അഭിമാനമുണ്ട് നമുക്ക്. അപ്പോ ഇവിടെ ഭഗവാൻ പറഞ്ഞത് എന്താണ് സാക്ഷരത? നിരക്ഷരത. നിരക്ഷരോപിച്ച യസ്യ ചിത്തേ ബ്രഹ്മൈവ ച ആഭാതി സവൈ സാക്ഷരഃ. ഒന്നും എഴുതാൻ അറിയാത്തവനാണെങ്കിൽ ആരുടെ ഹൃദയത്തിൽ ബ്രഹ്മം പ്രകാശിക്കുന്നുണ്ടോ അവൻ സാക്ഷരനാണെന്നാണ്. സർവാക്ഷരോപിച്ച യസ്യ കുക്ഷൗ ബ്രഹ്മൈവന ആഭാതി സവൈ നിരക്ഷരഃ. നല്ലവണ്ണം പഠിച്ച ആളാണെങ്കിൽ ആരുടെ ഹൃദയത്തില് ആത്മാനുഭവം ഇല്ലയോ അവൻ നിരക്ഷര കുക്ഷി. അതാണ് യസ്യ കുക്ഷൗ. ബ്രഹ്മജ്ഞാനമില്ലാത്തവനാണ് നിരക്ഷര കുക്ഷി. സ നിരക്ഷരഃ. അപ്പോ ഇവിടെ അക്ഷരം എന്ന് വച്ചാൽ ആത്മാ എന്നർത്ഥം. നമ്മളുടെ ഉള്ളില് ഞാനുണ്ട് എന്നുള്ള അനുഭവ രൂപത്തില് അഹം അഹം എന്ന അനുഭവത്തിന്റെ ഉണ്മയായ അർത്ഥമായിട്ട് യാതൊന്നു പ്രകാശിക്കുന്നുണ്ടോ അതെന്താണ്? അത് ജീവൻ. അപ്പൊ ഭഗവാൻ പറഞ്ഞു അക്ഷരം ബ്രഹ്മപരമം.
ഏതൊന്ന് നീ ജീവൻ എന്ന് പറയുന്നു ഹേ അർജുന, ഏതൊന്ന് നിന്റെ ഉള്ളിൽ ചൈതന്യമാത്രമായിട്ട് പ്രകാശിക്കുന്നുണ്ടോ അത് ബ്രഹ്മമാണ് അർജുന. ബ്രഹ്മമാണ് നിന്റെ ഉള്ളില് അഹമെന്ന അനുഭവ രൂപത്തില് പ്രകാശിക്കുന്നത്, അഹങ്കാരമല്ല. അഹങ്കാരം ജാഗ്രത അവസ്ഥയിലുണ്ട്, സ്വപ്നാവസ്ഥയിലുണ്ട് അല്ലേ? ഞാൻ ഇപ്പൊ ജാഗ്രതത്തിൽ ഒരാളാണ്, ഇപ്പൊ ഈ പറയുന്ന ആളാണ്, നിങ്ങൾ കേൾക്കുന്ന ആളുകളാണ്, ഇന്നവനാണെന്നൊക്കെ പറയും. സ്വപ്നത്തിലോ വേറെ എന്തൊക്കെയോ ആയിട്ടൊക്കെ ഒരാളായിട്ട് നിൽക്കും. സുഷുപ്തിയിൽ അങ്ങനെ വലുതുണ്ടോ? ഈ ആള് സുഷുപ്തിയിലുണ്ടോ? ആളില്ല. സുഷുപ്തിയില് ആ വ്യക്തിയില്ല. അപ്പോ അവിടെ എന്തുണ്ട്? അഹം പദാർത്ഥസ്തു അഹമാദി സാക്ഷി നിത്യം സുഷുപ്താവപി ഭാവദർശനാത്. സുഷുപ്തി അവസ്ഥയിലും യാതൊന്നുണ്ടോ അതിന് അഹം പദത്തിന്റെ ഉണ്മയായ അർത്ഥം എന്ന് പറഞ്ഞു, പൊരുൾ. അത് അക്ഷരമാണ്. അപ്പൊ അഹം എന്നുള്ളതിന്റെ അർത്ഥം രാമൻ, കൃഷ്ണൻ, ശിവൻ എന്നുള്ള ദേവതകളോ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പേരായ സ്ത്രീ, പുരുഷൻ, ഈ വ്യക്തികളോടുകൂടിയുള്ള പേരുകളോ പുരുഷനോ മൃഗമോ ഇതൊന്നും ആ ബ്രഹ്മത്തിന്റെ പേരുകളല്ല, ഈ അഹത്തിന്റെ ഉണ്മയായ അർത്ഥമല്ല. നീ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന പേരോട് കൂടിയവനാണ്, ബ്രാഹ്മണനാണ്, ഇന്ന സ്ഥലത്ത് ജനിച്ചിട്ടുള്ളവനാണ് എന്ന് പറയുന്നു. ഇത് അഹത്തിന്റെ അർത്ഥമല്ല. അഹം എന്നുള്ളത് കൊണ്ട് ഇത് കുറിക്കപ്പെടുന്നില്ല. ഞാൻ എന്ന് പറയണ്ടല്ലോ. ഈ ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് ചോദിച്ചു. ഗുരുവിന്റെ അടുത്ത് പോയപ്പോ ഗുരുവിന്റെ അടുത്ത് ഗുരു ചോദിച്ചു, നീ ആരാണ് എന്ന് ചോദിച്ചു. ഞാൻ അഭിവാദയെ, ഇത് സാത്വികമായ സമ്പ്രദായമാണ്. ഭാർഗവ, ചാവന, ആപ്നവാന, ഔർവ എന്തോ പറഞ്ഞു. വാസിഷ്ഠ, മൈത്രാവരുണ്, ഏതേത് ഗോത്രത്തിൽപ്പെട്ടവരോ അതാത് ഗോത്ര ഋഷികളെ പറഞ്ഞു, നമസ്കരിച്ചു. ഇത് നീയാണോ? നീയല്ല. ഞാൻ ഡോക്ടറാണ്. നീയല്ല. ഞാൻ IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. നീയല്ല. ഞാൻ ഹൗസ് വൈഫാണ്. നീയല്ല. നീ ഹൗസുമല്ല, വൈഫുമല്ല. ഞാൻ ഇന്നയാളുടെ ഹസ്ബൻഡാണ്. അല്ല. ഇതൊക്കെ നീ ഇപ്പൊ പറയണതല്ലേ, ഇതൊക്കെ സുഷുപ്തിയിലുണ്ടോ? ഇത് ഏതെങ്കിലും സുഷുപ്തി അവസ്ഥയിൽ നിൽക്കുവോ? അവിടെ തന്നെ മറഞ്ഞു പോണു അല്ലേ? മാതാ മാതാ ഭവതി, പിതാ പിതാ ഭവതി, വേദാഹ വേദാഹ ഭവന്തി, ന വേദാന ദേവാഹ ന വേദാഹ ന തീർത്ഥാഹ. ഒന്നും അവിടെ ഒന്നും നിൽക്കണില്ല. സുഷുപ്തിയിൽ മനസ്സിലയമായപ്പോ തന്നെ ഈ ഭേദങ്ങളൊക്കെ പോയി. പിന്നെ അവിടെ എന്തുണ്ട്? അഹമസ്മി, ഞാനുണ്ട്. ഞാൻ ഈ വ്യക്തിയാണോ? അവിടെ അല്ല, വ്യക്തിയായിട്ട് ഞാനില്ല. ഞാൻ ഇന്നവനോ അവനോ ഇവനോ ആയിട്ടൊന്നുമില്ല, അവളോ ഇവളോ ആയിട്ടൊന്നുമില്ല അവിടെ. പിന്നെ എങ്ങനെ അവിടെ ഉണ്ടായിരുന്നു? സുഷുപ്തി അവസ്ഥയിൽ നീ എങ്ങനെ ഉണ്ടായിരുന്നു? അവോ അറിയാൻ വയ്യ. ശൂന്യമായിരുന്നു. ആയിരുന്നു തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ടിരുന്നു എന്ന് പറയുമോ? നേരം വെളിച്ചാവുമ്പോ ശൂന്യത്തൊന്നും സുഖം വരുമോ? വരാൻ വഴിയില്ല. സുഖമായിട്ട് തന്നെ ഇരുന്നു. ശൂന്യമാണെങ്കിൽ നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടില്ല. സുഖമായിട്ടിരുന്നത് കൊണ്ടാണല്ലോ എപ്പോഴാ 10 മണിയാവണം കാത്തുകൊണ്ടിരിക്കണം. പോയിട്ട് ആഹാരം കഴിച്ച് ആ കിടക്കയിലേക്ക് പോകുമ്പോ ഒരു സുഖം എവിടുന്ന് വരുന്നു? കുറേ പണിയെടുത്ത് കഴിഞ്ഞപ്പോ ഞായറാഴ്ച ഇന്ന് ഞാൻ ഒന്നുമില്ല കേട്ടോ, ഈ റൂമിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കാൻ പോവാണെന്ന് സുഖമായിട്ട്. എന്തേ? ശൂന്യത്തിലേക്ക് പോവാനാണോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ്? അല്ല. പിന്നെ എന്തുണ്ട് അവിടെ? അറിയില്ല. അക്ഷരം ബ്രഹ്മപരമം. നിങ്ങളത് ബ്രഹ്മമാണെന്നൊക്കെ പറയണു, ഞങ്ങൾക്ക് അറിയണില്ലല്ലോ. നിങ്ങളത് ഭഗവാനെ അവിടുന്ന് ഭഗവാൻ പറയണു ബ്രഹ്മമാണെന്ന് പറയണു. ഇതം ശരീരം കൗന്തെയ ക്ഷേത്രമിത്യഭിധീയത്തെ. ഈ ശരീരം ക്ഷേത്രമാണ്. അതിനകത്ത് ഒരാളുണ്ടല്ലോ, അയാള് ക്ഷേത്രജ്ഞൻ എന്ന് പറയണു. ശരി, ക്ഷേത്രജ്ഞൻ വരെയൊക്കെ സമ്മതിക്കാം. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരതാന്ന്. അവിടെയാണോ പ്രശ്നം?
ഭഗവാൻ പറഞ്ഞു ക്ഷേത്രജ്ഞനായിട്ട് ആരുണ്ടോ അർജുന അവൻ ഞാനാണെന്ന്. ആ പരമേശ്വരനാണ് ഇതിനകത്ത് ക്ഷേത്രജ്ഞനായിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞാൽ വേണ്ട വില നമ്മൾ ഇനി കൊടുത്തിട്ടില്ലല്ലോ അല്ലേ? ഉള്ളം പെരുങ്കോയിൽ ഊനുടമ്പ് ആലയം വള്ളപ്പിരാണാർക്ക് വായ് ഗോപുരവാസ് തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലൻ ഐന്തും കാളാമണി വിളക്കേ. உடம்பே ஆலயமா கோவிலா, அதுக்குள்ள ஜீவரூபன இருக்கிறதே சிவலிங்கம். இந்திரியங்கள் எல்லாமே விளக்கு அந்த பகவானுக்கு. அந்த மாதிரி நமக்கு உள்ள இருக்கிறது அந்தர்யாமியா இருக்கிறது அந்த பரமேஸ்வரன் தான் அப்படின்னு தெரிஞ்சு கொடுத்துனாக்கா எந்த கோவிலுக்கு போனோம் எங்க போனோம்? நம்ம இருக்கிற இடமே கோவில் தான், நம்மளே கோவில் தான், நடமாடுற கோவில் தான். நம்ம உட்கார்ற இடமெல்லாம் திவ்ய கஷேத்திரம் தான், தீர்த்த கஷேத்திரம் தான். பொட்ட குளத்துல போய் குளிச்சுதானா குளம் தீர்த்தமாயிடுங்கிறது பாகவதம். ஞானிகள் எங்கேயாவது ஒரு இடத்துல போய் பாத்ரூம்ல போய் குளிச்சானாக்கா அந்த பாத்ரூம்ல இருந்து வர தண்ணி கங்காஜலம் ஆயிடுமா. தீர்த்தி குருவந்தி தீர்த்தானி. ஏன் தெரிஞ்சிடத்துல ஞானத்துல வந்த விசேஷம். ஞானத்துல அறிவு വന്നതോടുകൂടെ ഈ അന്തര്യാമി അക്ഷരപുരുഷനാണ്, അക്ഷരപുരുഷൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു. തത്പദാർത്ഥ പ്രകാശകം. ആദ്യം ത്വംപദശോധനം എന്ന് പറയും. ഈ ശരീരത്തിനകത്ത് ജീവനായിട്ട് ഇരിക്കണമെന്ന് അറിഞ്ഞു. അപ്പോ ശരീരം വേറെ ഞാൻ വേറെ എന്ന് അറിഞ്ഞു. പിന്നെ ഞാൻ എന്നുള്ളത് ഈ ശരീരത്തിനകത്ത് ഉണ്ടെന്നൊരു ഭ്രമാണ്. പിന്നെ ആ ഞാൻ എന്താണ്, അതിന്റെ സ്വരൂപം എന്താണെന്ന് അറിഞ്ഞു കഴിയുമ്പോ ആ ഞാൻ അഖണ്ഡ പൂർണ്ണമായ വസ്തുവാണ്. ശരീരം എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല. മനസ്സ്, ശരീരം, ബുദ്ധി, അഭിമാനം എന്നൊക്കെ പറയണത് ആ ഒരേ ബേസിക് മെറ്റീരിയൽ, ആ ചൈതന്യം കൊണ്ട് തന്നെ വിസ്തരിച്ച് കാണപ്പെടുന്ന ഒരു ഇന്ദ്രജാലം മാത്രമാണ്. സ്ക്രീനിൽ സിനിമ പോലെ എന്തൊക്കെയോ കാണുന്നു. സിനിമയിൽ എന്തിന് ഏത് ആക്ടറും ആക്ട്രസും മലയും സമുദ്രവും അഗ്നിയും ഒക്കെ വന്നാലും പോയി തൊട്ട സ്ക്രീനെ തൊടപ്പെടുന്നുള്ളൂ, സ്ക്രീന് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇവിടെ കാണപ്പെടുന്ന ശരീരം, മനസ്സ്, ബുദ്ധി മുതലായ ഉപാധികൾ ഒക്കെ തന്നെ ഏകവും അദ്വയവുമായ ഒരേ ഒരു ചൈതന്യത്തിൽ തന്നെ അനേകമായിട്ട് കാണപ്പെടുന്ന ഉപാധിഭേദങ്ങളാണ്. ഉപാധികൾ വാസ്തവത്തിൽ ഇല്ല. ഉപാധികളില്ലാതെ അഖണ്ഡ പൂർണ്ണമായ നിരുപാധികമായ സർവോപാധി വിനിർമുക്ത ചൈതന്യായൈ നമോ നമഃ എന്ന് തൃശ്ശതിയോ അഷ്ടോത്തരോ അതിലുണ്ട് അല്ലെ? സർവോപാധി വിനിർമുക്ത ചൈതന്യം. ഉപാധികളൊന്നുമില്ല, അഖണ്ഡമായ പൂർണ്ണമായ ഒരു വസ്തുവേ ഉള്ളൂ. അതാണ് കൈയും കാലും തലയും ശരീരവും ഒക്കെ ആയിട്ട് ഒരു ദേവഭാതി എന്നറിയുന്ന ജ്ഞാനത്തിന്റെ ഒരു ഗാംഭീര്യം. നമുക്ക് സാധിച്ചില്ല ആ ഗാംഭീര്യം കണ്ടൊന്ന് വിസ്മയിക്കെങ്കിലും വേണം. നമുക്കിപ്പം സാധിച്ചിട്ടില്ലെങ്കിലും ഒന്ന് വിസ്മയിച്ചു നോക്കൂ. ആ വിസ്മയം തന്നെ അതിനോടുള്ള ആദരവാണ്. ഭാഗവതത്തിൽ പറയുന്ന ശ്രുതോനു പഠിതോ ധ്യാത ആദൃതോവാ അനുമോദിത. ഒന്ന് കേൾക്കുക, അതിനെ നല്ലവണ്ണം മനനം ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ആദരവോടുകൂടെ ഒന്ന് കേട്ടാൽ തന്നെ ഉള്ളിൽ പ്രവേശിക്കുന്നതാണ്. അല്ലെങ്കിൽ വളരെ ഗംഭീരം എന്ന് പറഞ്ഞാൽ മതി, അത്ര ഉള്ളിൽ പ്രവേശിക്കും. സദ്യപുനാദിതന്നിഷ്ഠ. അതുകൊണ്ട് ഈ ജ്ഞാനത്തിന്റെ ഗാംഭീര്യത്തിനെ ഒന്ന് ആദരിച്ചാൽ മതി. അപ്പൊ അത്രയും അങ്ങോട്ട് ഭഗവാൻ ഇവിടെ പറഞ്ഞു. അക്ഷരം ബ്രഹ്മപരമം. ഈ അക്ഷരമായിട്ട് ഇവിടെ അറിയപ്പെടുന്നുണ്ടല്ലോ അർജുന. ശരീരം മാറുമ്പോഴും ഒരു ഒരു ക്ഷയമില്ലാതെ തുടർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് അതിന് അക്ഷരം എന്ന് പറഞ്ഞത്. അക്ഷം എന്ന് വെച്ചാൽ ഇന്ദ്രിയം എന്നാണ് അർത്ഥം. രം എന്നുള്ള വാക്ക് ബൃഹദാരണ്യകോപനിഷത്തിൽ വരും. അഗ്നിയെ കുറിക്കണത്താണ്, ജ്ഞാനത്തിനെ കുറിക്കണതാണ് എന്നൊക്കെ. അക്ഷത്തിനോട് രം ചേർന്നതാണ്. ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ഒരു രം. അതുകൊണ്ടാണ് ഈ രാമനാമത്തിന് ഇത്ര പ്രത്യേകത. രം ബീജം, രം രം രം, ആ ശബ്ദം രാമ രാമ രാമ. അക്ഷരം ബ്രഹ്മപരമോ ആട്ടെ. അപ്പൊ ഈ ഉള്ളിലുള്ള ചിദ്വസ്തു ഉണ്ടല്ലോ, ചൈതന്യം, അത് ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ പ്രകാശിക്കണം.
ഇന്ദ്രിയങ്ങളൊക്കെ പരിണമിക്കണം, അത് പരിണമിക്കാതെ ഇരിക്കണം. ശരീരം മാറിക്കൊണ്ടേയിരിക്കണം, അതിന്റെ അനുഭവം മാറാതെ ഇരിക്കണം. 10 വയസ്സിലും 90 വയസ്സിലും ഒക്കെ ഒരേ അനുഭവം തന്നെ. ഞാൻ അതേ ആള് തന്നെ. ആള് മാറിയതായിട്ട് ആർക്കും തോന്നുന്നില്ലല്ലോ. ശതാഭിഷേകമായ ആള് തന്നെ പോലെ തന്നെ 80 വയസ്സായ ആളുകളെ കാണുമ്പോൾ ഒരു കൂട്ട് കൂടിയിട്ട് സ്കൂൾ പഠിച്ച കാര്യമൊക്കെ പറയണം. അന്നത്തെ ദിവസം അതൊക്കെ ഇപ്പൊ വരും. അന്ന് ഓർമ്മയുണ്ടോ മാവില് കല്ലെറിഞ്ഞത്? ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. നമ്മളെ കാത്യായനിയമ്മ ഓടിച്ചത് ഓർമ്മയുണ്ടോ? ഏത് കാത്യായനിയമ്മ, ഏത് മാവ് ഒക്കെ പോയി, എത്രയോ കാലത്ത് മുമ്പ് പോയതാണ്. തല്ലുകൊണ്ടത് ഓർമ്മയുണ്ടോ എന്നൊക്കെ പറയാണ്. ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് 10-60 വർഷം കഴിഞ്ഞിട്ടുള്ള ചർച്ച, 70 വർഷം കഴിഞ്ഞിട്ടുള്ള ചർച്ചയാണെന്ന് വെച്ചോളൂ. 10 വയസ്സിലുള്ളപ്പോ കാര്യമാണ്. ഇപ്പൊ ഭയങ്കര ചർച്ച, ചിരി, സന്തോഷം. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചില്ല. അന്നത്തെ കാത്യായനിയമ്മ മാത്രമല്ല പോയത്, അന്നത്തെ ഇയാളും പോയി, അന്നത്തെ ശരീരമൊക്കെ പോയി, അന്നത്തെ മനസ്സ് പോയി, അന്നത്തെ ഇന്ദ്രിയങ്ങളൊക്കെ പോയിട്ട് പിന്നെ ഈ അതേ ഞാനാണ് കണ്ടത്, അതേ ആളാണ് മുമ്പിൽ നിൽക്കുന്നവർ മാറിയിട്ടില്ല, ഞാനും മാറിയിട്ടില്ല എന്ന് എങ്ങനെ നിശ്ചയിച്ചു? ആ മാറായ്മയുടെ അനുഭവം എവിടുന്ന് വന്നു? അത് നമ്മള് ഒരു ചോദിക്കേണ്ട ചോദ്യമാണ്. ഈ മാറായ്മ ഒരു യുക്തിവാദിക്കും ഇതിനെ നിഷേധിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഏത് ലാബറട്ടറിയിൽ വേണമെങ്കിൽ പരീക്ഷിച്ചോളൂ, ആ കാത്യായനിയമ്മ തല്ലുകൊണ്ട് ആളുണ്ട് എന്ന് ഒരു സയന്റിസ്റ്റും പറയില്ല. പോയി അതിലെ ഒരു സെല്ല് പോലും ഈ ശതാഭിഷേകം കഴിക്കുന്ന മുത്തശ്ശന്റെ അടുത്തില്ല. അയാൾ പോയി, ആ ശരീരം പോയി, ആ മനസ്സ് പോയി, ഇന്ദ്രിയങ്ങളൊക്കെ പോയി. എന്നിട്ട് പറയണ അതൊക്കെ ആരാ ഓർക്കണത്? അതിന്റെ സൂക്ഷ്മം അപ്പൊ ഒരാൾ ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. കേവല ചൈതന്യമല്ല, അല്ലേ? കേവല ചൈതന്യമല്ല, സൂക്ഷ്മമൊക്കെ ഗ്രഹിച്ചു വെച്ച് ഇയാളാണ് അപ്പോ അടുത്ത ജന്മത്തിലേക്ക് ഈ കല്ലെറിഞ്ഞതിന്റെ ഓർമ്മയൊക്കെ കൊണ്ടുപോയിട്ട് അടുത്ത ജന്മത്തില് ഈ പ്രാക്ടീസോടുകൂടെ കല്ലെറിയാൻ തയ്യാറായിട്ട് വരാൻ പോവാണ് ഇയാള്. നല്ലവണ്ണം ഓർത്തോളണം. സൂക്ഷ്മ ചൈതന്യം കേവല ചൈതന്യമല്ല. അതുകൊണ്ട് സംപരിഷ്വക്ത, കാത്യായനിയമ്മ ഓടിച്ചതും മാവില് കല്ലെറിഞ്ഞതൊക്കെ ഇയാൾ ഓർമ്മ വെച്ചുകൊണ്ടിരിക്കണ്ടല്ലോ, ഇത് ഇയാൾ മരണത്തിലും ഓർമ്മ വയ്ക്കും. അടുത്ത ജന്മത്തിൽ വരുമ്പോ കല്ല് കാണുമ്പോ പെറുക്കാനും എറിയാനും ആരും പറഞ്ഞു കൊടുക്കാതെ ഇയാൾക്ക് തോന്നും. അതാണ് സ്വഭാവം എന്ന് ഭഗവാൻ ഇനി പറയാൻ പോണത്. അതാണ് സ്വഭാവം. അക്ഷരത്തിനെ ആവരണം ചെയ്തുകൊണ്ട് നിൽക്കുന്ന സ്വഭാവോ അധ്യാത്മമുച്യത്തെ. ആ സ്വഭാവത്തിന് അടുത്ത ജന്മത്തിന് വന്നു. അത് ആദ്യമൊന്നും അറിഞ്ഞില്ല. പിന്നെ ഇങ്ങനെ പോകുമ്പോ മാവ് കണ്ടപ്പോ ഒരു ഇൻസ്പിറേഷൻ. വിസർഗ കർമ്മസംജ്ഞിത, കല്ലെടുത്ത് ഒന്ന് കൊടുത്തു. ആ കർമ്മം, ഈ കർമ്മം എവിടുന്ന് വന്നു? എന്റെ ഈ കുട്ടി ഇങ്ങനെ ചെയ്ത് കല്ലെടുത്ത് എറിഞ്ഞു. ആരുടെ തൊടിയിലാ കല്ലെറിഞ്ഞത്? ആരുടെയോ വീട്ടില്. ചിലപ്പോ അന്വേഷിച്ച് നോക്കിയാൽ പഴയ കാർത്തിയായനിയമ്മ തന്നെ ആയിരിക്കും. കണക്ഷൻ എവിടെയാണ്? കല്ലെടുത്ത് ഒരു വീക്ക് കൊടുത്തത് പഴയ കാത്യായനിയമ്മ പുതിയതായിട്ട് കെട്ടിയ ഫ്ലാറ്റില് കണ്ണാടി കിട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ വിസർഗ കർമ്മസംജ്ഞിത, ഈ കർമ്മത്തിന് സ്വഭാവം പണ്ട് എറിഞ്ഞു എന്ന് പറഞ്ഞ് ശതാഭിഷേകം സമയത്ത് ഡിസ്കഷൻ നടത്തിയില്ലേ? ആ ഡിസ്കഷൻ നടത്തിയതിന്റെ സൂക്ഷ്മരൂപം ഉള്ളിൽ കിടന്നു. പ്രാണൻ അതിനെ മുഴുവൻ എടുത്തും കൊണ്ട് അവിടെ നിന്നും പോയി മരിച്ചു കഴിഞ്ഞപ്പോ പല കാര്യങ്ങളും ഈ ജന്മത്തിൽ ശേഖരിച്ചിട്ടുണ്ട്. അതൊക്കെ ചേർത്ത് വെച്ച് എല്ലാം എന്തൊക്കെ അനുകൂലമായിട്ട് ഉണ്ടാക്കണോ അതിനൊരു സ്ഥലത്ത് കൊണ്ടുപോയി ജനിച്ചു. അവിടെ പോയി ആ കർമ്മവും ചെയ്തു. അങ്ങനെയാണ് നമ്മളൊക്കെ ഈ ജന്മത്തിൽ പല കാര്യവും ചെയ്യണത്. നമുക്കറിയില്ല എന്തുകൊണ്ടാ ഒരു പർട്ടിക്കുലർ
ബിഹേവിയർ വരുന്നത് നമുക്ക് അറിയേയില്ല. സ്വഭാവ. എന്തുകൊണ്ട് അത്തരത്തിലൊരു സ്വഭാവമൊന്നും അറിയില്ല. അത് എവിടെയോ കണക്ഷനാണ്, എന്തോ ഒരു സംബന്ധമാണ്. എന്തിനാ സംബന്ധം ഒരു പിടിയില്ല. കാഞ്ചി പരമാചാര്യരെടുത്ത് ഒരു ദിവസം വിഷ്ണു സഹസ്രനാമം, ഇങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ഒരു ഇൻസിഡന്റ് അത്. വിഷ്ണു സഹസ്രനാമത്തിൽ അനിരുദ്ധ എന്നുള്ള പേരുണ്ട്. അപ്പൊ ആ അനിരുദ്ധൻ എന്നുള്ള പേര് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഭക്തന്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം അങ്ങനെ വളരെ ആശ്ചര്യമായ ഇൻസിഡന്റ് അത്. അനിരുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ അനിരുദ്ധൻ എന്ന് പറഞ്ഞപ്പോ മഹാത്മാക്കള് അവര് പ്രകൃതി മുഴുവൻ സ്വാംശീകരിച്ചിരിക്കണവരാണ്. അപ്പൊ അനിരുദ്ധൻ എന്ന് വെച്ചാൽ ഭഗവാന്റെ പേരക്കുട്ടിയെ അനിരുദ്ധന്റെ കഥ പറയാം, അനിരുദ്ധൻ എന്നുള്ള വ്യൂഹമൂർത്തിയെ പറയാം. ഇതൊന്നും പറയാതെ അനിരുദ്ധൻ എന്നൊരു 600 വർഷം മുമ്പോ മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് തമിഴ്നാട്ടിലെ ഏതോ ഒരു അമ്പലം കൺസ്ട്രക്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു. ആ അമ്പലം കെട്ടിയത് ഇത് എന്തൊക്കെയോ പറഞ്ഞു. ഇതൊക്കെ ചർച്ച പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഫോറിനർ, അത് ചില രാജ്യങ്ങളില് അവര് എക്സ്ട്രോർഡിനറി ആയിട്ട് ഒരു വലിപ്പമുണ്ടാവും അവർക്ക്. ചില രാജ്യങ്ങൾ, ഏത് രാജ്യം, എനിക്ക് സ്പാനിഷൊക്കെയാണെന്ന് തോന്നുന്നു, ഒരുപാട് 6 അടി ഉയരവും 7 അടി ഉയരവും ഒക്കെ ഉണ്ടാവും, വലിയ തടി. അങ്ങനെ ഒരാൾ വന്നു അവിടെ. അയാൾ വന്നു പറഞ്ഞു, അന്ന് ആരോ കൂട്ടിക്കൊണ്ടുവന്നു, അവിടെ വന്നു നമസ്കരിക്കുകയൊക്കെ ചെയ്തു. അയാൾ പറഞ്ഞു, ഞാൻ ഈ പല സ്ഥലങ്ങളിലും പോയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഏതോ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു അമ്പലം, ഇവര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ അമ്പലം തന്നെയാണ്. ആ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതൊന്ന് പുതുക്കി പണിയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഉദ്ധരിക്കുക, എവിടെയോ സ്പെയിനിലോ എവിടെയോ കിടന്ന ആള്, അയാൾക്ക് ഈ അമ്പലം കണ്ടപ്പോ ഇത് പുതുക്കി പണിയണമെന്ന് വല്ലാത്ത ആഗ്രഹം. അപ്പൊ സ്വാമികൾ പറഞ്ഞു, അട്ടെ അത് ശരിക്കും നടക്കുമെന്ന് ഇവിടെ അടുത്തൊരു നാഡീ ജ്യോത്സ്യനെ എന്തോ പറഞ്ഞു. ഇതൊക്കെ നിമിത്താണ്, ഇയാൾക്ക് സമയം ഉണ്ടെങ്കിൽ അതൊക്കെ അറിയും. അയാളുടെ അടുത്ത് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു. അയാൾ പോയിട്ട് ഈ നാഡീ ജ്യോത്സ്യന്റെ അടുത്തൊക്കെ ചോദിച്ചു. നാഡീ ജ്യോത്സ്യൻ പറഞ്ഞു, ഇത് കെട്ടിയ ആള് തന്നെ നീയാണ്, എന്തോ ഒരു പ്രാരബ്ധം കൊണ്ട് നീ അവിടെ പോയി ജനിച്ചതാണ്, നീ പുതുക്കി പണിയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ തിരിച്ചു വന്നിട്ട് അദ്ദേഹം സ്വാമികളുടെ അടുത്ത് പറഞ്ഞു, ഇതുപോലെ നാഡീ ജ്യോത്സ്യം പറഞ്ഞു, ഇത് എപ്പോഴോ 600-700 വർഷം മുമ്പ് ഞാൻ കെട്ടിയതാ അത്രേ, അതുകൊണ്ടാണ് എനിക്കിത് കാണുമ്പോൾ ഇത് പുതുക്കി പണിയണം എന്നൊക്കെ തോന്നണതെന്ന് പറഞ്ഞു. എന്റെ പേരെന്താണെന്ന് ചോദിച്ചു. എന്തോ ഒരു പേര് പറഞ്ഞു, സ്പാനിഷ് നെയിം എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞു, ഞാനിവിടെ വന്നപ്പോ എന്തെങ്കിലും ഇന്ത്യൻ പേര് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അനിരുദ്ധൻ എന്ന് പറഞ്ഞ് പേര് സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഒരു ഭാരതീയമായ ഒരു പേര് സ്വീകരിക്കണമെന്ന് അനിരുദ്ധൻ എന്ന് പറഞ്ഞ് പേര് സ്വീകരിച്ചിരിക്കുക. നോക്കൂ, ഇതാണ് സ്വഭാവോ അധ്യാത്മമുച്യത്തെ. ഈ സ്വഭാവം കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യും, ഇനി അതൊക്കെ പുതുക്കി പണിഞ്ഞ് നമ്മൾ ആശ്ചര്യപ്പെടും. നോക്കൂ, ഒരു ഫോറിനറിന്റെ ഭക്തി നോക്കൂ എന്നൊക്കെ പറയും. വിസർഗ കർമ്മസംജ്ഞിത, ഉള്ളിന്ന് തുപ്പാണ്. എവിടെയോ കൊണ്ടുവന്ന് ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എവിടെയോ അത് ഫോറിനറായിട്ട് പോയി അവിടെ പോയി കുറച്ച് ജനിച്ചു തിരിച്ചു വന്നിട്ട് പിന്നെ തന്റെ കാര്യമൊക്കെ ചെയ്യാണ്. വിസർഗ കർമ്മസംജ്ഞിത. പുറമേക്ക് പ്രൊജക്ഷൻ, വിസർജനം ചെയ്യാണ്. ഇതാണ് വളരെ എത്ര ഗംഭീരമാണ് നോക്കൂ നമ്മളുടെ ശാസ്ത്രം. ഇത്ര ഗംഭീരമായിട്ട് വേറെ എന്ത് ശാസ്ത്രമാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്? വേറെ ഏത് ശാസ്ത്രത്തിന് ഇതിന് അടുത്ത 7 അയലത്ത് വരാൻ പറ്റും? അതിഗംഭീരം ഭാവയാഥാത്മ്യം മുക്തി നിബന്ധനം ആഗമമന്തരേണ ഉത്പ്രേക്ഷിതമപിന ശക്യം എന്നാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. ഈ ഗംഭീരമായ ആത്മതത്വത്തിനെ വേദമാതാവ് കനിവോട് പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഊഹിക്കാൻ പോലും സാധിക്കുമല്ലോ ഒന്നും. ആ പരമ്പരയൊക്കെ നമ്മളുടെ പുറകിൽ വേണം.
എന്തോ കുറച്ച് സയൻസ് കണ്ടു ഭ്രമിച്ചുപോയി, ആരോ എന്തോ പറഞ്ഞു ഭ്രമിച്ചുപോയി. ഇങ്ങനൊന്നും ഭ്രമിക്കരുത്. ആ ഋഷി പരമ്പരയിൽ കെട്ടി ഉറപ്പിച്ച് നിർത്തണം. അവരെന്ത് അബദ്ധം പറഞ്ഞാലും നമ്മളുടെ അബദ്ധത്തിനേക്കാൾ അത് ബെറ്ററാണ്. അതുകൊണ്ട് അവര് അബദ്ധമാണ് പറയണതെന്ന് തോന്നിയാലും തൽക്കാലത്തേക്ക് മിണ്ടാണ്ട് വിശ്വസിക്കാം. കുറെ കഴിയുമ്പോൾ അതിനൊരു അർത്ഥം വരും. അവർക്ക് നമ്മളെക്കാളും വിവരമുണ്ടെന്നെങ്കിൽ അറിഞ്ഞാൽ മതി. അവർക്ക് അറ്റ്ലീസ്റ്റ് നമ്മളുടെ അടുത്ത് ഹിതബുദ്ധി ഉണ്ടെന്നെങ്കിലും അറിഞ്ഞാൽ മതി. നമ്മളെ പറ്റിക്കണമെന്ന് അവർക്ക് ഉദ്ദേശമില്ല. നമ്മളുടെ അടുത്തുനിന്ന് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് ഹിതം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ അടുത്തുനിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ കാട്ടിൽ പോയി ഇരുന്നിട്ട് നമുക്ക് വേണ്ടി നല്ലത് ചെയ്തു. നാട്ടിലിരുന്ന ഡൊണേഷൻ അത് ഇത് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവുമല്ലോ. ആളുകൾക്ക് വിശ്വാസം വരില്ലല്ലോ. അതിനാണ്. അപ്പൊ ആ ഒരു പരമ്പരയെ ഹൃദയത്തിൽ വയ്ക്കാം. നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.